നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു നല്ല ദിവസങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിങ്ങനെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു പോകാം. യൂട്യൂബ് വീഡിയോ കണ്ടപ്പോഴേ പെട്ടെന്ന് ഒരാൾ പറയാണ്, ഇങ്ങനെ വലിച്ചു നീട്ടി പറയാതെ കാര്യം മാത്രം പറഞ്ഞിട്ട് പോകും സാറേ, സമയമില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, നേരെ വന്നിട്ട് പിടിച്ചോ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് നിന്ന് ഒറ്റ പോക്ക് പോയി കളയാം. എല്ലാവർക്കും സന്തോഷമാവും, സമാധാനമാവും, അവർക്ക് നേടാനുള്ളതെല്ലാം നേടുകയും ചെയ്യാം. നിമിഷം തന്നെ നേടാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് തോന്നി. പിന്നെ ഞാൻ അതിൽ നിന്ന് കമന്റ് ചെയ്യാമെന്ന് കരുതി. ഇപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്രയും ക്ഷമയുള്ള ഒരാൾക്ക് ക്ഷമയില്ലാത്ത ഒരാൾക്ക് അവിടെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വീണ്ടും അക്ഷമനാവുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ ക്ഷമയോടെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഏതൊരു കാര്യം പറയുമ്പോഴും ഞാൻ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിച്ചാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ പോയി ടാബ്ലറ്റ്സ് മേടിച്ച് കഴിച്ചുകൊണ്ട് രോഗം മാറും. നമുക്ക് രോഗം മാറ്റുകയല്ല, തൽക്കാലത്തേക്ക് രോഗം മാറ്റുക എന്നല്ല നമ്മുടെ പ്രതിവിധി. പൂർണ്ണമായും അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം വേണ്ട സാധനമാണ് ക്ഷമ എന്ന് പറയുന്ന സാധനം. രണ്ടാമത് വേണ്ട സാധനമാണ് വിശ്വാസം എന്ന് പറയുന്ന സാധനം. മൂന്നാമത് വേണ്ട സാധനമാണ് പ്രവർത്തിക്കാനുള്ള, ആക്ഷൻ എടുക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത്. ഇത് മൂന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ഒറ്റ പേരിൽ മാത്രം, അവരെ ഒറ്റ പേരിൽ മാത്രം വിളിക്കാൻ പറ്റും നമുക്ക്. ഇത് മൂന്ന്, ക്ഷമ, എന്താണ് ക്ഷമ, അതുപോലെ തന്നെ വിശ്വാസം, പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഇല്ലാത്തവരെ എളുപ്പത്തിൽ ഒറ്റ പേരിട്ട് വിളിക്കാം. ഇറ്റ്സ് നെയിം ഈസ് എ ബിഗ് ഫെയിലിയർ. തികഞ്ഞ പരാജിത എന്ന് വിളിക്കാനാണ് ഏറ്റവും എളുപ്പം. ഇത് മൂന്നുമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും വിജയിയാവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആമുഖത്തിൽ പറഞ്ഞു എന്ന് മാത്രമാണ്. ക്ഷമയോടെ കേൾക്കുക, ക്ഷമയോടെ മനസ്സിലാക്കുക, ക്ഷമയോടെ പ്രവർത്തിക്കുക, ക്ഷമയോടെ നേടുക. എല്ലാം അപ്പോൾ ജീവിതം നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് മാറും എന്ന് വീണ്ടും അടിവരയിട്ട് പറയുന്നു. നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്കുണ്ടാവുന്നു. ഏറെ സന്തോഷം, സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. ആത്മാർത്ഥമായി എല്ലാവരും ഇതിന് പ്രവർത്തിക്കുന്നു. അതുകൂടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന് ഇങ്ങനെ പൂജാ ബമ്പറൊക്കെ 500, 1000 ഒക്കെ അടിച്ച് നിങ്ങൾ അടിപൊളിയായി ജീവിക്കുന്നു. ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താണെന്നറിയോ, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ എന്താ അറിയോ, ഇതെങ്ങനെ ഇവിടെ കാശ് കിട്ടുന്നു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? നമ്മൾക്കൊന്നും ചെയ്യുന്നില്ല. എല്ലാവരോടും മറുപടി ഇത്രയേ ഉള്ളൂ. മന്ത്രമില്ല, ജാലമില്ല, മായാവിദ്യയില്ല, ഒന്നുമില്ല. പ്രവർത്തിക്കാൻ തയ്യാറായവൻ, വിശ്വാസമുള്ളവൻ, പ്രവർത്തിക്കുന്നവൻ, വിശ്വാസമുള്ളവന് ഇത് ലഭിക്കുക തന്നെ ചെയ്യും. വേറെ ഒന്നുമില്ല. നിങ്ങൾ ആത്മാർത്ഥമായി, നേരത്തെ ഒരാൾ പറഞ്ഞ് നമ്മളെ ഇതിൽ പറഞ്ഞ പോലെ, ലോ ഓഫ് അട്രാക്ഷൻ കയറി എന്ന് പറഞ്ഞ പോലെ, ഒരു ടെക്നിക്കും അയാൾ പ്ലേ ചെയ്തിട്ടില്ല. ഇത് വെറും എന്റെ പൈസക്ക് പോയി കിട്ടിയെന്ന സന്തോഷം. അടിപൊളിയാണ് അയാളുടെ ലൈഫ് അടിപൊളിയാണെന്ന് മാത്രമേ പറയാൻ, അടിപൊളി ആവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളുടെ മാറ്റം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സ്വാഭാവികമായ നമ്മുടെ മാറ്റത്തിലൂടെ, നമ്മൾ സ്വയം മാറുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം മാറുമെന്ന് ഞാനിവിടെ പറഞ്ഞു തരുന്നു. നിങ്ങളത് തെളിയിച്ചു തരുന്നു. ഇത്ര മാത്രമേ നമ്മൾ വ്യത്യാസമുള്ളൂ. ഞാൻ തെളിയിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളത് തെളിയിച്ചിട്ട് എനിക്ക് വീണ്ടും കാണിച്ചു തരുന്നു. ഇത്ര മാത്രം അവിടെ സംഭവിക്കുന്നത്, മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ക്ഷമയോടെ കേൾക്കുക. ഇപ്പൊ ആൾക്കാർ പറയാനുള്ള ഹാപ്പിനെസ്സും കൂടി നമുക്ക് കേൾക്കാം. വീഡിയോ ക്ലിയർ അല്ല, എന്റെ വീഡിയോ ക്ലിയർ അല്ലേ? ക്ലിയർ ആയിരിക്കുമല്ലോ. ഇവിടെ നിന്ന് യാതൊരു വിഷയമില്ലല്ലോ. തീർച്ചയായിട്ടും വീഡിയോ ക്ലിയർ ഉണ്ടാവും. നിങ്ങൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് വേറെ ടെക്നിക്സ് ഒന്നും ഇല്ല. വീഡിയോ ക്ലിയർ അല്ലേ? എന്റെ വീഡിയോ ക്ലിയർ അല്ലേ? ആരെങ്കിലും ടൈപ്പ് ചെയ്തേ വീഡിയോ ക്ലിയർ അല്ല എന്ന് പറയണു. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ക്ലിയർ അല്ല, ക്ലിയർ അല്ല. എവിടേക്കോ ചെറിയ വിഷയം ഉണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ല. ഇവിടെ വേറെ സെറ്റിങ്സ് ഒന്നും ഇല്ല എനിക്ക്. വീഡിയോ സെറ്റിങ്സ് ക്ലിയർ ആണ്, ക്ലിയർ അല്ല. ഒരു മിനിറ്റ് കേട്ടോ. എന്റെ കമ്പ്യൂട്ടർ സൂം എന്നെ കുറെ സമയം ഒന്ന് കറക്കിയിരുന്നു. അതിന്റെ വിഷയമായിരിക്കും അറിയില്ല. ഇടയ്ക്ക് പോകുന്നു. നെറ്റ്വർക്കിന്റെ വിഷയമാണ്. നെറ്റ്വർക്കിന്റെ എന്തോ വിഷയമാണല്ലോ. കോളും പോകുന്നില്ല. ഇത് ക്ലിയർ ആയിരിക്കും. അങ്ങനെ വേറെ വിഷയം ഉണ്ടാവില്ല. ഇവിടെ എല്ലാം ഓക്കെയാണ്. നിങ്ങൾ വേറെ ആളെ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. വേറെ എന്റെ ഫോണിലും ക്ലിയർ ആയി കാണുന്നു. നെറ്റ് കുറവായത്, നെറ്റ് കാണുന്നുണ്ട്. ചെറിയ കമ്പ്യൂട്ടറിൽ എന്തോ ഒരു വിഷയം കണ്ടിരുന്നു നേരത്തെ. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറവാണെങ്കിൽ നമുക്ക് സഹിച്ചേക്കാം അല്ലെ? ശബ്ദം കേൾക്കാമല്ലോ. ഏതായാലും ഇവിടെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ
ഹാപ്പിനെസ് ആദ്യം ശ്രദ്ധിക്കാം, ആൾക്കാർക്ക് പറയാനുള്ള ആ സന്തോഷം നമുക്കൊന്നറിയാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലാസ്സിലേക്ക് കിടക്കാം. പെട്ടെന്നാവണമെന്ന് എന്ന് ഞാൻ ഓക്കെ പറയൂ. ആരാണ് സംസാരിക്കാൻ വന്ന ആളാരാണ്? അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്ത് വരൂ. ശാലിനി സാർ. ശാലിനി കമറുന്നീസ പറയും. സാർ കമറുന്നീസയാണ്. പറഞ്ഞോ. ഞാനിപ്പം 3 ദിവസമായിക്കാളൂ ഇതിലേക്ക് വന്നിട്ട്. ഞാൻ കാലിക്കറ്റിലേക്ക് പൈസ ഗൂഗിൾ പേ ചെയ്ത് മാറിപ്പോയി. ഗൂഗിൾ പേ ചെയ്ത് മാറി അയച്ചു പോയി 6500 റുപ്യ. അപ്പൊ അഡ്മിൻ എന്നോട് വിളിച്ചു പറഞ്ഞ് മാറിപ്പോയിക്കോ, ഇങ്ങനെ പൈസ മാറിപ്പോയിക്ക് വേഗം നോക്കിക്കോ, നോക്കണം എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയ ഫോണും എടുത്തില്ല, ഒരു വിവരവും പറഞ്ഞില്ല. അപ്പൊ എന്നോട് ഇന്നലെ രാത്രി ഒരു കാര്യം എഴുതാനോ പറയാനും പറഞ്ഞന്ന് രാവിലെ 11 മണിയാകുമ്പോഴേക്ക് നമ്മളെ പൈസ തിരിച്ചെത്തട്ടെ എന്നോ അങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കാനും പറഞ്ഞ്. അപ്പൊ രാവിലെ ആയിട്ട് ഒരു വിവരമൊന്നുമില്ല. അപ്പൊ ഞാൻ ആളെ വിളിച്ചു ചോദിച്ചു കാലിക്കറ്റിലേക്ക് ഞാൻ വേറൊരു പൈസ അയക്കണല്ലോ, എനിക്ക് നിർബന്ധമായിട്ടും കാലിക്കറ്റിലേക്ക് വരണോ, 2 ആളെ പൈസയാണ് അടക്കുന്നതും. അപ്പൊ ആള് പറഞ്ഞ് നോക്കട്ടെ, 11 മണിയാകുമ്പോൾ നമ്മളെ പൈസ തന്നെ തിരിച്ചെത്തട്ടെ, അത് കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞിട്ട് അടച്ചാൽ മതി. ഇപ്പൊ 10:55 വിളിക്കുന്ന പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കും. വേറെ നമ്പറിലേക്ക് അയച്ചോ? വേറെ നമ്പറിലേക്ക് 6500 റുപ്യ. ഞാനായിട്ട് നമ്മളെ ഗ്രൂപ്പിലിട്ട് ആർക്കെങ്കിലും ആ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ആണോ അയച്ചു പോയതെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലേക്ക് തിരിച്ചിടണേന്നൊക്കെ. ആർക്കും അല്ല പോയത്, വേറെ ആർക്കോ കൊല്ലത്തുള്ള ഒരാൾക്കാ പോയത്. അത് എവിടുന്ന് അയാളെ നമ്പർ നിങ്ങൾക്ക് കിട്ടി? എങ്ങനെയാന്നൊന്നും എനിക്ക് തിരിഞ്ഞില്ല. ഞങ്ങൾ നമ്പർ തെറ്റിപ്പോയതാറ്റാ എന്നോട്. അയ്യോ, പൈസ കിട്ടിയല്ലോ ഏതായാലും. നമ്മൾ സിറ്റുവേഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും അല്ലെ? അതാണ് ചെയ്തത്. പിന്നെ ആ പൈസ തന്നെയാ ഞാൻ അയച്ചത്, തിരിച്ചിപ്പം കാലിക്കറ്റിലേക്ക് അയച്ചത് ആ പൈസ തന്നെയാ. വല്ലാത്തൊരു നമ്മുടെ അഫർമേഷൻ അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കില്ല. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എല്ലാത്തിനും നന്ദി പറയുക. കാരണം എത്രയോ പൈസ അങ്ങനെ പോകുന്നു. ശ്രദ്ധിക്കണം. പൈസ തന്നെ അടക്കുവാനായിക്ക്. വെരി ഗുഡ്. അത് കാലിക്കറ്റ് കാണാട്ടോ. സന്തോഷം. ഓക്കെ, ഇനി ആരാണ്? ശാലിനി. നോ സൗണ്ട്. ആലീസ് ജസ്റ്റ് എക്സിറ്റ് ആൻഡ് കം ബാക്ക്, യു വിൽ ഗെറ്റ് ദ സൗണ്ട്. ആരാണ് ശാലിനി അൺമ്യൂട്ട് ചെയ്തത്? ശാലിനി ആരാണ് അൺമ്യൂട്ട് ചെയ്ത്? പെട്ടെന്ന് പറഞ്ഞോ, സമയം ലേറ്റ് ആക്കല്ലേ. പറയേണ്ട പെട്ടപ്പെടാ പറയും. ഫിലോമിന പറഞ്ഞോ. അൺമ്യൂട്ട് ആവുന്നില്ലേ? ആയല്ലോ, പറഞ്ഞോ. സാർ, എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നേ. അത് കിട്ടില്ലാന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ആ പൈസ ഇന്ന് കിട്ടി. 16,500 രൂപ ഇന്ന് കിട്ടി. കിട്ടിയോ? പിന്നെ അതുപോലെ കിട്ടി. ശബ്ദം കുറവാണേ, സൂമിന്റെ എന്തോ വിഷയമായിരിക്കും കേട്ടോ. അതായത് എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന പൈസയായിരുന്നു. അപ്പൊ ആ പൈസ ഇന്ന് കിട്ടി, 16,500 രൂപ. അതുപോലെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് നമ്മുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ എനിക്ക് സാലറി കിട്ടണമായിരുന്നു. എനിക്ക് പൈസ കയ്യിലില്ലായിരുന്നു. ആ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളതാണ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളാണ്. പുള്ളി ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാ. വെറുതെ വിളിച്ചപ്പോ എന്നാ ചേച്ചി മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നില്ല ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞങ്ങൾക്ക് പൈസ സാലറി കിട്ടണം, സാലറി കിട്ടിയാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അവനപ്പൊ എനിക്ക് പെട്ടെന്ന് 1000 രൂപ അയച്ചു. അങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് കയറിയത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, മെഡിറ്റേഷനിൽ കയറണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എനിക്ക് അന്നേരം സാലറി കിട്ടുമ്പോ 3-ാം തീയതി ആകും. അപ്പൊ അതുവരെ ഒരു സമയം, അതിനു മുമ്പേ മെഡിറ്റേഷൻ തുടങ്ങിയല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടും കൂടെ ഒന്നിച്ചാ പറഞ്ഞത്. അപ്പൊ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. വിനോദ് എന്നാണ് എന്റെ പേര്. വിനോദിനും ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഞാൻ ഇന്ന് ഉച്ചക്ക് വന്ന് ഇന്നലെ പറഞ്ഞ അഫർമേഷന് പറഞ്ഞിട്ടോ. ഇപ്പൊ വൈകുന്നേരം ആയപ്പോ എനിക്കൊരു 50,000 റുപ്യ ഒരാൾ വായ്പ തരാന്നും പറഞ്ഞു വിളിച്ചിന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയും സാറേ. ഇന്നലെ പറഞ്ഞില്ല എന്റെ മനസ്സിലെ സമൃദ്ധിയുടെ അത് പറഞ്ഞു. വൈകുന്നേരം 8 മണിയൊക്കെ ആയപ്പോ വീടിന്റെ അടുത്തുള്ള താത്ത വിളിച്ചു പറഞ്ഞു ഇങ്ങനെ 50,000 ഞാൻ തരാന്ന്. താങ്ക് യു സാർ. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. ആരെ കൃഷ്ണകുമാരി പറയാണ്ട് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പുതിയ ആളാണ്. പെരുമ്പാവൂര് എന്നാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റില്. എറണാകുളം ഡിസ്ട്രിക്റ്റില് പെരുമ്പാവൂര് എന്നാണ്. ഒരാഴ്ചയായി സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്നാണ് എനിക്ക് സൂം മീറ്റിംഗ് കയറാൻ പറ്റിയത്. പക്ഷെ എന്തെങ്കിലും എഴുതാനൊന്നും പറ്റില്ല. അതാണ് എന്റെ കയ്യിലെ അവസ്ഥ. വീട് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും
അടുത്ത 10 ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ കയറുന്നുണ്ട്. എന്താണ് എഴുതാൻ എന്ത് പറ്റില്ലെന്ന് സമയമില്ലെന്നോ? കൈ ഫാസ്റ്റ് ഇട്ടേക്കാണ്. കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കണം. നമ്മൾ എഴുതും, കൈ വേണമെന്നില്ലല്ലോ എഴുതാൻ. എങ്ങനെ? വലത് കയ്യാ. അല്ല, നമ്മൾ എഴുതാൻ പറയുന്നത് ഇവിടെ നിന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ടാ. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി അതിന് പകരം. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ അഡ്മിനെ വിളിച്ചിരുന്നു. താങ്ക് യു. വെരി ഗുഡ്. 10 ദിവസത്തെ ക്ലാസ് നിങ്ങൾ ഏതാ? ജേർണി ടു ഹാപ്പിനെസ് ആവണ്ടേ? നമ്മുടെ ഇന്നലെ അനൗൺസ് ചെയ്തില്ല ഒരു ക്ലാസ്. വിഷൻ ബോർഡ് അല്ല, നിങ്ങൾക്ക് ആദ്യം എടുക്കേണ്ടത് ജേർണി ടു ഹാപ്പിനെസ് ആണ്. അതെ. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ട്രൈ ചെയ്തോളൂ, നോ പ്രോബ്ലം. എന്തായാലും മനസ്സിനെ പാകപ്പെടുത്തിയാൽ ഓക്കെ. വെരി ഗുഡ്. എന്തായാലും വെരി ഗുഡ്. നീ ആരാ? ശ്രീജ, പറഞ്ഞു. ആ, അത് സാറിന്റെ ഈ 10 days ക്ലാസ് ഉണ്ടല്ലോ ജേർണി ടു ഹാപ്പിനെസ്സിൽ, ഞാന് 1111 രൂപ ആദ്യം ഇട്ടു. അപ്പൊ അത് തിരിച്ചു വന്നു. ഞാൻ 1111 ഇട്ടത്, അത് തിരിച്ചു വന്നു സാർ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടാൻ പാടില്ലായിരിക്കും, നേരത്തെ 1011 തന്നെ ഇട്ടു, അതും തിരിച്ചു വന്നു, ആ പൈസയും തിരിച്ചു വന്നു. പക്ഷെ പിന്നെ അതൊക്കെ എനിക്ക് ബാങ്കിൽ നിന്ന് ഇതും വന്നു, തിരിച്ചു വന്ന കാര്യമൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ 1011 രൂപ ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നു. അതിപ്പോ സാറിന്റെ നമ്പറിലേക്കാണ് ഞാൻ അയച്ചിരുന്ന്, കിട്ടിയോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതിപ്പോ 1011 രൂപ ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഒരു മെസ്സേജും കൂടി വന്നു ബാങ്കിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ തന്നെ വന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ, സാറിന് വന്നിട്ടുണ്ടോ, സാറിന്റെ നമ്പറിലാണ്. എങ്ങനെ? അതിപ്പോ ഇവിടെ ചോദിക്കാണോ? സാറിന്റെ അല്ല, അഡ്മിനോട് വെച്ചാണ് ഇവരോട് അവര് പറഞ്ഞില്ല. സാറിന്റെ നമ്പറിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇത് ബാങ്കില് എഴുതി കാണിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ ഇങ്ങനെ സാറിന്റെ നമ്പറും കാണുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. എത്രാം തീയതിയാ? ഇന്നലെ 11 സോറി 5/12 അല്ലേ? അതെ സർ. എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ? ഇന്നലെ 1111 എത്ര എണ്ണം വന്നിട്ടുണ്ടാവും? എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ്. ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുമ്പോഴേ അതിനൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാമല്ലോ. ഓക്കെ, നോക്കാം. എന്തായാലും അരുണകുമാരിയുടെ അക്കൗണ്ട് ഞാൻ നോക്കട്ടെ സാർ. എനിക്ക് അതിങ്ങനെ അരുണകുമാരിയുടെ അക്കൗണ്ടിൽ നിന്നല്ലേ? അതെ സർ. ഓക്കെ, നോക്കാം. അക്കൗണ്ട്സിൽ നോക്കാൻ പറയാം കേട്ടോ. ഞാൻ പറയാം. ആയിക്കോട്ടെ സാർ. സാറിന്റെ അക്കൗണ്ടിൽ അയക്കുമ്പോ അത് റിട്ടേൺ വരുന്നുണ്ട്. രഞ്ജിത്ത് എന്താ പറഞ്ഞേ? രഞ്ജിത്ത്, സാറിന്റെ അക്കൗണ്ടിൽ അയക്കുമ്പോഴ് നമുക്ക് പൈസ കട്ടായിട്ട് അത് കട്ടായെന്നുള്ള മെസ്സേജ് വരും. അത് കഴിഞ്ഞ് ക്രെഡിറ്റ് എന്നുള്ള മെസ്സേജ് വരും. വീണ്ടും അത് തിരിച്ചു വരും. സാറിന്റെ അക്കൗണ്ടിലേക്ക് പോകത്തില്ല. അതിന്റെ മെസ്സേജാണ്. അത് പൈസ കട്ടായി കാണത്തില്ല. അതെ, പോയിട്ടുണ്ടാവില്ല. എനിക്കും അങ്ങനെ തന്നെ വന്നായിരുന്നു. ഞാനപ്പോ പിന്നെ പറ്റേ നമ്പറിലേക്ക് അയച്ചിരുന്നത്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാല്, ഈ സെയിം എമൗണ്ട് റിപ്പീറ്റഡ് ആയി അയക്കുമ്പോഴാണ് ചിലപ്പോൾ അത് ബ്ലോക്ക് വരാതിരിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ 1 രൂപ കൂട്ടി അയക്കുക, 1 രൂപ കുറച്ചയക്കാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. 1 രൂപ എല്ലാരും കുറച്ചയക്കണ്ട, 1 രൂപ എല്ലാരും കൂട്ടി അയച്ചോളൂ. 1 രൂപ അപ്പൊ നമുക്കിത് വ്യത്യാസം വരും. ആ സമയത്ത് അത് വരും, അല്ലാതിരുന്ന വരില്ല കേട്ടോ. സെയിം എമൗണ്ട് ആകുമ്പോൾ ഒരേ സമയത്ത് കുറെ ആൾക്കാർ ഒരേ സമയത്ത് അയക്കുമ്പോൾ ചിലപ്പോൾ വരില്ല. അത് ഈ സിസ്റ്റം ബ്ലോക്ക് ചെയ്യും സ്ഥാനത്ത്. അതുകൊണ്ടാണ്. അരുണകുമാരി അക്കൗണ്ടിൽ നോക്കി കേട്ടോ. നിങ്ങളിൽ എത്ര ലക്ഷം രൂപ ഉണ്ടായി, ആ ലക്ഷത്തിൽ നിന്നും 1011 കുറഞ്ഞിട്ട് 1011 കൂട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത് നോക്കിയാൽ മതി. നിങ്ങൾ അക്കൗണ്ട് നോക്കട്ടെ. എന്തായാലും ഓക്കെ, ശരി, നോക്കിയിട്ട് പറയാം. എന്റെ മോള് പാസ്സായി സാറേ. അവളുടെ സെമസ്റ്റർ അവർക്ക് കിട്ടി. വെരി ഗുഡ്. എല്ലാം തിരക്കിലായിരുന്നല്ലോ. ഓക്കെ, ശ്രീജ പറഞ്ഞു. ശ്രീജ പറഞ്ഞു. ശ്രീജ ഹലോ ആക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സാർ എനിക്ക് മെന്നാന്ന് 2000 രൂപ കിട്ടി. പിന്നെ ഇന്നലെ 3000 കിട്ടി. പിന്നെ ഇന്ന് എന്റെ അസ് 6500 അയച്ചു. അങ്ങനെ എനിക്ക് ഏകദേശം ഡെയിലി ഇങ്ങനെ വലിയ പൈസ അല്ല, ഇങ്ങനെ ഡെയിലി ഏകദേശം 500, 300 അങ്ങനെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ വിഷൻ ബോർഡിന് ചേരണമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിൽ അത്ര ഉണ്ടായിരുന്നില്ല. 555 അയച്ചു. എന്നിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് 3000 ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് കണ്ടത്. പിന്നെ ഇന്ന് ഞാൻ ബാക്കി പൈസയും കൂടി അയച്ചു വിഷൻ ബോർഡിന്. വെരി ഗുഡ്. കോഴിക്കോടേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? വരുന്നുണ്ട്. ഇനി ആ എമൗണ്ട് ഇപ്പൊ വരുന്നതുകൊണ്ട് 3000-ത്തിനൊക്കെ 30,000 ആക്കാനുള്ള ടെക്നിക്കുകൾ പഠിക്കണം. അതെ, കിട്ടും. 3000-ത്തിന്റെ കഥയൊക്കെ നമ്മൾ മറന്ന് 30,000, 50,000 ഇങ്ങനെയൊക്കെ ഹേമലതയൊക്കെ നോക്കി ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ ഡെയിലി. അപ്പൊ ഭയങ്കര ഹാപ്പി. ഇപ്പൊ ഒന്നിനും അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടില്ല. യെസ്. കിട്ടുന്നതിന്റെ തുക വലുതാക്കണം. അതാണ് ഇത് പറഞ്ഞത്. നമുക്ക് വലുതാക്കാം, കുഴപ്പമില്ല.
ഓക്കെ, താങ്ക് യു. ഇനി ആരാന്നല്ലോ എല്ലാവരും പറഞ്ഞില്ലേ? ഇനി എന്താണെങ്കിലും പറയണ്ടോ? ഹാപ്പി ന്യൂസ്. ഹലോ സാർ. ഹലോ, ഞാൻ സുഖം. പുതുതായിട്ട് ചേർന്നാണ് ഇപ്പോ. ഇന്നാണ് ചേർന്ന്. ഞാന് കൊറേ സാറിന്റെ വീഡിയോ കാണലുണ്ട്, യൂട്യൂബിൽ നിന്നൊക്കെ കാണാറുണ്ട്. നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, നന്നായിട്ട് അൽഹംദുലില്ലാ. നല്ല മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവണം. ഓക്കെ സാർ. സാറിന്റെ വീട്ടിൽ കേൾക്കട്ടെ. കോഴിക്കോടാണോ? എവിടെ സ്ഥലം? കോഴിന്റെ പാലക്കാട് ജില്ലയിലെ കുമ്പിടി എന്ന സ്ഥലത്ത്. കുറ്റിപ്പുറം അടുത്താണ്. വരാൻ നല്ല ആഗ്രഹമുണ്ട്. കൂടെ ഒരാളെ കിട്ടിയാൽ വരണം എന്നുണ്ട്. പാലക്കാട് കുറെ ആൾക്കാരുണ്ടല്ലോ നാളെ വരുന്നവര്. പാലക്കാട് ജില്ലേന്റെ അതിർത്തിയും കുറ്റിപ്പുറം അടുത്താണ്. കുറ്റിപ്പുറത്തിനടുത്ത്. ഓക്കെ, വെരി ഗുഡ്. വരാമല്ലോ, ട്രെയിൻ ഉണ്ടല്ലോ, രാവിലെ വന്നാൽ മതിയല്ലോ. ഓക്കെ, ശരി. താങ്ക് യു. ഇനി ആരുമില്ലല്ലോ? ശരി, ഞാൻ ഇന്നലെ പറയാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ ഇന്നലെ വൈകുന്നേരം ആ സമയമായപ്പോ ഒത്തിരി പേര് പറയാനുള്ളതുകൊണ്ട് ഞാനന്ന് പറയാണ്ട് പോയതാണ്. എനിക്കൊരു ഓഫീസിൽ ഉള്ള ഒരു സന്തോഷമാണ് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ എല്ലാ ദിവസവും എഴുതാറുണ്ട്. ഓഫീസിൽ നിന്ന് ഹാർമണി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അങ്ങനെ അപ്രീസിയേഷൻ എല്ലാം. അതിപ്പോ ഒരു 2-3-4 മാസമായിട്ട് ഇങ്ങനെ എഴുതി കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാം ഓൺലൈനിലാണ് ചെയ്യണത്. അപ്പം ഓൺലൈനിൽ ഒരു വെരിഫിക്കേഷൻ മോൾ ഓഫീസിൽ നിന്ന്, ഹയർ ഓഫീസിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഞങ്ങളുടെ ഓഫീസിൽ അതിനു മുൻപ് തന്നെ എല്ലാവരെയും എങ്ങനെ പ്രസന്റ് ചെയ്യണം, എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒക്കെ സാർ എടുത്തിരുന്നു. അപ്പൊ അന്നേരം തന്നെ നമുക്ക് പെൻഡിങ്ങുകളൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. എന്റെ ഓഫീസിൽ മിക്കവാറും ആർക്കും പെൻഡിങ്ങുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് മിനിങ്ങാന്ന് ഞങ്ങൾക്ക് ഓൺലൈനായിട്ടായിരുന്നു മീറ്റിംഗ്. അപ്പൊ മെക്കാനിക്കൽ വിങ്ങിന് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ. പക്ഷെ എന്നെ മാത്രമാണ് സാർ സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തത് എന്നെ മാത്രമാണ്. അപ്പം സാർ എന്റെ അടുത്ത് ചോദിച്ചു, അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം, ആർക്കും പെൻഡിങ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്നെയാണോ സാർ സെലക്ട് ചെയ്തത്? സെലക്ട് ചെയ്തപ്പോ തന്നെ സാർ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത്, എന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു സാർ. സാർ പറഞ്ഞു, ശില്പയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, ഭയങ്കര ഒരു അട്രാക്റ്റീവ് പവർ പോലെ ഉണ്ട് ഫേസ് കണ്ടിട്ടെന്ന്. അപ്പൊ ഞാനൊരു താങ്ക് യു പറഞ്ഞു, അങ്ങനെ ചിരിച്ചു തള്ളി. അത് കഴിഞ്ഞ് സാറ് മീറ്റിംഗിൽ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്തൊരു പേപ്പറിന്റെ കാര്യം ചോദിച്ചു. ഇന്നതുപോലെ ആ പേപ്പർ അയച്ചു, അതിന്റെ മറുപടി ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അത് അന്ന് തന്നെ എല്ലാം പിറ്റേ ദിവസം തന്നെ അയച്ചിരുന്നു എന്ന് പറഞ്ഞു. സാർ അടുത്തിരിക്കുന്ന സാറിന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളോട് തന്നെ ചോദിച്ചു, ഇന്ന പോലെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ അത് 29-ാം തീയതി അവർക്ക് കൊടുത്തിരുന്നു, അവർ 30-ാം തീയതി തന്നെ അവിടുന്ന് മറുപടി വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാർ ഒരു ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു സാറേ. എല്ലാവരോടും അൺമ്യൂട്ട് ചെയ്ത് കൈയടിക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ ചേഞ്ചസ് ഉണ്ട്. ജേർണി ടു ഹാപ്പിനെസ് പൂർണ്ണമായി മനസ്സിലാക്കിയ ആദ്യത്തെ ഏറ്റവും ഫുള്ളായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ കുട്ടിയാണ് ശില്പ. കംപ്ലീറ്റ് ആയി മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് അതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനും ജേർണി ടു ഹാപ്പിനെസ്സും എന്നെക്കാളും നന്നായി ശില്പ പറഞ്ഞു കൊടുക്കുമ്പോൾ ശില്പി അത്രയും ആത്മാർത്ഥമായി അത് പഠിച്ചു, അത് പകർന്നു കൊടുക്കാൻ പറ്റുമ്പോൾ അത് അകത്ത് നിന്നാണ് പറയുന്നത്. ഇത് സന്ദർഭോചിതമായി അത് പറഞ്ഞു കൊടുക്കാൻ ശില്പയ്ക്ക് പറ്റുന്നത് തന്നെയാണ് ശില്പയുടെ വിജയം. അത് അത്രയും നന്നായി തന്നെ ചെയ്തു പോവുക. ഐ എം പ്രൗഡ് ഓഫ് യു. വരുമ്പോൾ ഉണ്ടായ അവസ്ഥയിൽ നിന്ന് മാറി ഓരോ ദിവസവും മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തെ ഞാൻ എപ്പോഴും നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ നിങ്ങളെ എപ്പോഴും കാണുന്നത് നിങ്ങൾ കിട്ടിയ സാധനത്തെ നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിന് ടെസ്റ്റ് ചെയ്യുന്നു, അതിലൂടെ നിങ്ങൾ റിസൾട്ട് എടുക്കുന്നു. അത് മറ്റുള്ളവർക്ക് എന്നിട്ട് ഞാൻ റിസൾട്ട് എടുത്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അതിനെ പാകപ്പെടുത്തി പറഞ്ഞു കൊടുക്കുന്നു. അത് വലിയ കഴിവാണ്. കീപ് ഇറ്റ് അപ്പ് ശില്പ. പ്രൗഡ് ഓഫ് യു. താങ്ക് യു. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത്. താങ്ക് യു. ഒരാൾ പറയുന്നു ക്ലാസ്സിൽ ചേർന്നത് തുളുനാണ്, എന്താണ് ഒരാൾ പേര്? ഒരാൾ പറയുന്നു ക്ലാസ്സിൽ കയറി 5:12 കയറി 6:12 ലോൺ ക്ലോസ് ചെയ്യാൻ 50,000 രൂപ കിട്ടി, ലോൺ ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷമാണ്, ഏറെ സന്തോഷം. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ അതുപോലെ ആ സാധനത്തെ മുഴുവനായിട്ട് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിലെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി സ്വപ്നം എന്തെങ്കിലും പറയാനോ അൺമ്യൂട്ട് ചെയ്തത്? സാർ, എനിക്ക് തിങ്കളാഴ്ച കീമോ എല്ലാം കഴിഞ്ഞാണ്. ഇപ്പൊ സെക്കൻഡ് ടെസ്റ്റ് ആണ് എല്ലാം. അപ്പൊ എനിക്ക് വേണ്ടി ഒന്ന് ബ്ലെസ് ചെയ്യണം. തീർച്ചയായും എപ്പോഴും ഓർമ്മയിലുണ്ട് കേട്ടോ, എപ്പോഴും ഓർമ്മയിലുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ പറ്റി ഓർമ്മയിലുണ്ട്. തീർച്ചയായും. താങ്ക് യു. ഓക്കെ, ഇനി ആരും ഇല്ലല്ലോ? താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം അല്ലെ? പെട്ടെന്ന് ഒന്ന് 2 ദിവസം നിങ്ങൾക്ക് ലീവാണ് നാളെ മുതൽ അല്ലെ? ശനി ഞായർ ക്ലാസ്സിൽ, ശനിയാഴ്ച ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഞായറാഴ്ച പറ്റുമെന്ന് നോക്കാട്ടോ. അപ്പൊ വൈകിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ശനിയാഴ്ച. എനിക്ക് ഇന്ന് ജേർണി ടു ഹാപ്പിനെസിന്റെ ലിങ്ക് കിട്ടിയായിരുന്നു.
താങ്ക് യു സാർ. എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറെ ദിവസം കൊണ്ട് അത് കിട്ടാൻ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നത് എനിക്ക് ഇത്രയും നെഗറ്റീവ് ആയതുകൊണ്ടാണല്ലോ എന്ന് എനിക്കും അറിയാമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മെഡിറ്റേഷൻ ചെയ്തപ്പോ ഞാൻ അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇന്നെനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷം. ക്ലാസ്സിൽ ജോയിൻ ചെയ്താലും കിട്ടണമെങ്കിൽ പിന്നെയും സമയമുണ്ടല്ലേ? അതെ 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 അതെ. കാശ് കൊണ്ട് മാത്രം വാങ്ങിക്കാൻ പറ്റില്ലെന്നത് മനസ്സിലായില്ലേ? 15 ദിവസമായി എന്നിട്ടും ഇന്നാണ് അത് കിട്ടുന്നത്. എത്ര പ്രാവശ്യം റീസെറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം ചെയ്തു. കാശ് കൊണ്ട് മാത്രമല്ല, അതിനൊക്കെ ഒരു സമയം നമുക്ക് വരണം. നിങ്ങളെല്ലാം വിചാരിക്കരുത് ഇപ്പൊ എന്തുകൊണ്ട് ക്ലാസ്സിൽ വരാൻ പറ്റുന്നില്ലെന്ന് ആരും ചിന്തിക്കണ്ട. അതിന് നിങ്ങൾക്ക് സമയമാകുമ്പോൾ മാത്രമേ വരാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി വിജയലക്ഷ്മിക്ക് ആ പാത്തിലേക്ക് വരാനുണ്ടായിരുന്നു. ആ കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്ത് റെഡി ആയപ്പോ കൃത്യമായി ഓപ്പൺ ചെയ്ത് വരുന്ന കണ്ടോ? അതെ അതെ. ഇങ്ങനെയാണ് ജീവിതം എന്ന് തുറന്നു നിൽക്കുക വിജയലക്ഷ്മി. ഇങ്ങനെയാണ് ഇന്ന് തുറന്ന് ജീവിതം നിൽക്കുക. ഇപ്പൊ ലഭിച്ചു കഴിഞ്ഞാൽ ശില്പയ്ക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ആൾക്കാർ പറയും, രാധികയ്ക്ക് ഇവിടെ ഒന്നും പറയാനില്ല. അതുപോലെ എല്ലായിടത്തും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ, നിങ്ങളോട് വന്ന് ചോദിക്കുന്ന അവസ്ഥ, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് അവസ്ഥ എന്ന രീതിയിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ ആദ്യം അതിനുള്ള തത്തുല്യമായ മാറ്റം ഉണ്ടാക്കണം. അതിനാദ്യം നല്ലവണ്ണം പണിയെടുക്കേണ്ടി വരും. ആരും വിചാരിക്കരുത് ഇങ്ങനെ പിടിച്ചിട്ട് വിഭൂതി എടുക്കുന്നതല്ല ഇത് അകത്ത് നിന്ന് മാറ്റം ഉണ്ടാവണം. നമ്മൾ പഠിച്ചില്ലേ, ചക്രാസം പഠിച്ചില്ലേ? കീഴ്വയറ്റിന്റെ അടിയിൽ ഒരു സാധനം കയറി വരണം. അത് വരാത്തിടത്തോളം ഉണ്ടാവില്ല ഇവിടെ. അത് മാത്രമാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ആ വൈബ്രേഷൻ ഉയർത്തുക, അല്ലാതെ വേറെ ഒരു ടെക്നിക്കും അല്ല. നമ്മളുടെ ഊർജ്ജ തലത്തെ നമ്മൾ ഉയർത്തുമ്പോൾ, നമ്മളുടെ മാലിന്യങ്ങളെ നമ്മൾ മാറ്റുമ്പോൾ അവിടേക്ക് ശുദ്ധമായ ജലം, ഇത് ശുദ്ധതയാണ് ഈ പറയുന്നത്. ഞാൻ ഇവിടുന്ന് നൽകുന്നതൊക്കെ ശുദ്ധമായ സത്യസന്ധമായ കാര്യങ്ങൾ, ലോകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവണം. അത് ലഭിക്കുമ്പോൾ അവിടേക്ക് അത് വരും. അല്ലെങ്കിൽ ആൾക്കാർ ഇത് കേൾക്കും, പോകും, അത്രയേ ഉള്ളൂ. ഒന്നും സംഭവിക്കില്ല. മാറ്റം ഉണ്ടാവുന്നവരൊക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചവരാണ്. ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ചവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു വിജയലക്ഷ്മി. നല്ല മാറ്റം. ഓക്കെ, ശരി. മനു എന്തോ പറയാനാ വന്നേ? മനു പറഞ്ഞു. സാറേ നമസ്കാരം. എന്റെ പേര് മനു എന്നാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണ് സൂം മീറ്റിംഗിൽ കയറുന്നത്. സ്വദേശം ആലുവയാണ്. ആലുവ. ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഹോസ്പിറ്റലാണ്. വൈഫ് ഇപ്പം അഡ്മിറ്റ് ആണ് ന്യൂമോണിയ ആയിട്ട്. അതെ, കുഞ്ഞുണ്ട്. ഇപ്പം 4 ദിവസമായി. പിന്നെ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗ്ലിംഗ് ആണ് ഇപ്പം. നമ്മൾ സാർ ഒരു ഡൗട്ട്, ഈ അമ്പലത്തിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഓരോ ഇത് ചെയ്തിട്ടും നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഫിനാൻഷ്യൽ ഒരു ഗ്രോത്തോ ഒരു അപ്ഗ്രേഡോ നമുക്ക് വരുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? നമുക്ക് അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ഐ മീൻ നമ്മുടെ ഈ ഓരോ സമയം ദോഷങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് മാറിയിട്ടും നമുക്ക് ഒരു മാറ്റം വരാത്ത എന്തുകൊണ്ടായിരിക്കും? കാര്യം ഓരോ രാശികൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം യൂണിവേഴ്സിറ്റി കണക്റ്റഡ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്നിട്ട് നമുക്ക് ചില സമയത്ത് മാറ്റം ഉണ്ടാവാത്തതിന്റെ കാരണം ഫസ്റ്റ് നമ്മളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അതുണ്ടായോ? അത് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുണ്ടാവും. അവിടെ മാത്രം ഒറ്റ പോയിന്റ്, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നത്, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്, ആരാധനാ സമ്പ്രദായങ്ങൾ ചെയ്യുന്നത് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ കാര്യമാണ് പറഞ്ഞല്ലേ, തത്വമസി. അത് നീ തന്നെയാകുന്നു. അപ്പോൾ മാറ്റം എവിടെയാണ് ഉണ്ടാവേണ്ടത്? എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്? എന്നെ തന്നെ ഉയർത്താൻ, എന്റെ എനർജി ലെവലിനെ കൂട്ടാനാണ് ക്ഷേത്രങ്ങൾ, അല്ലെ? ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലെവലിനെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെയുള്ള ഒരു വിഗ്രഹം ഒന്നുമല്ല, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അവിടെ ഉള്ളത് നമ്മുടെ ഊർജത്തെ കൂട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നത് മാത്രമേ ക്ഷേത്രമുള്ളൂ. ക്ഷയിക്കാതെ നിൽക്കുന്നത് എന്താണോ അതാണ് ക്ഷേത്രം, അല്ലെ? അപ്പോൾ അവിടെ ചെന്നാൽ നമ്മുടെ ഊർജം കൂടണം. കൂടിയില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ല. പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ മനസ്സിന്റെ തലത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. പൂജാതി കർമ്മങ്ങളെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്, വേറെ ഒന്നുമില്ല. അവിടെ വേറെ ഒരു ടെക്നിക്കും ഇല്ല. അപ്പൊ വിശ്വാസം എവിടെ കിടക്കണേ? ഇവിടെയാണ്, അല്ലെ? ഉള്ളിലാണ്. അതൊന്ന് മാറ്റിയാൽ മാത്രം മതി. ഇവിടെ മിറാക്കിൾ സംഭവിക്കും. ഇത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മാറ്റപ്പെടുത്തുന്നത്. അതിന് നിങ്ങൾ മന്ത്രം ഉപയോഗിക്കുക, മായാജാലം ഉപയോഗിക്കുക, എന്ത് വേണം പേരിട്ട് വിളിച്ചോളൂ. അതൊന്നും വിഷയമല്ല. നിങ്ങൾക്കത് അക്സെപ്റ്റബിൾ ആണോ? നിങ്ങൾക്ക് മാറുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ മരുന്ന്. എന്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം മാറുന്നു, അതാണ് നിങ്ങളുടെ മരുന്ന്, അല്ലെ? നമ്മൾ എളുപ്പത്തിൽ പറയും, പനി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പനി വന്നാൽ എന്തുവരെ പോകും എന്നൊക്കെ സാധാരണ നമുക്കറിയാം, സാധാരണ പനി വന്ന്. പക്ഷെ ഡോക്ടറെ അടുത്ത് പോയാലേ പനി മാറുള്ളൂ. അത് നമ്മുടെ വിശ്വാസമാണ്. അതുപോലെ ആയിരിക്കണം കേട്ടോ.
ന്യൂമോണിയക്ക് നന്നായിട്ട് രക്തം കൂട്ടുന്ന സാധനം കൗണ്ടും കുറവാണെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണേ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കിക്കോളൂ കേട്ടോ. എല്ലാവിധ ഭാവങ്ങളും കൂടുതൽ പഠിക്കാം. നമുക്കിവിടെ ക്ലാസ്സിൽ വന്നോളൂ. കൂടുതൽ പഠിക്കാം. പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് മാറാൻ പറ്റും. തീർച്ചയായും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല. കൊച്ചി ക്ലാസ്സിൽ ഞാൻ നടക്കുമ്പോൾ കൊച്ചി ക്ലാസ്സിലോ ഇനിയോ? യെസ്, ഇവിടെ ഒരാൾ പറഞ്ഞു കൊല്ലത്ത് ക്ലാസ് നടത്താനാണ് മാനിഫെസ്റ്റ് ചെയ്തത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പോരാണെങ്കിൽ ഞാൻ വരും. കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ എല്ലാവരും പറഞ്ഞു. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തോ. പക്ഷെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും. ഈ സാധനം വരുമ്പോഴേ ഞാൻ വരുള്ളൂ. എന്റെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ കൊല്ലത്ത് വരാൻ പറ്റില്ലല്ലോ. 1 ലക്ഷം രൂപ ചെലവുണ്ടാവും ടിക്കറ്റ്. ഓക്കെ, ശരി. അപ്പൊ റെഡിയല്ലേ? ഇന്ന് കുറച്ച് കാര്യങ്ങൾ. തിരുവനന്തപുരം റെഡിയാണ്. തിരുവനന്തപുരം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങളെല്ലാം മാനിഫെസ്റ്റ് ആൾക്കാരെ കൂട്ടിക്കോ തിരുവനന്തപുരത്ത്. നെക്സ്റ്റ് നമ്മൾ തിരുവനന്തപുരമാണ്. ഇത് കഴിഞ്ഞിട്ട് ആലപ്പുഴ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ വില്ലേജുകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും വരണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിങ്ങൾ പറഞ്ഞോളൂ. എല്ലായിടത്തും ഞാൻ വരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെ വേണമെങ്കിൽ വരാം. ഒറ്റ കണ്ടീഷന്റെ ബേസിൽ. അതിൽ കാശ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മാറാൻ തയ്യാറാണോ എങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. മറ്റൊരു കാര്യത്തിനും വിളിക്കരുത്. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ കേട്ടിട്ട് നിങ്ങൾ സ്വയം മാറാൻ തയ്യാറാണെങ്കിൽ മാത്രം എറണാകുളത്ത് ഞാൻ ഓൾറെഡി വന്നു സുഷമാജി. ഇനി വീണ്ടും വരാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കാസർഗോഡ് വരണോ? എന്തിനാ? ആർക്കാ? കാസർഗോഡുള്ളവരെല്ലാം കൂടി വിളിക്കും. നമുക്ക് വരാട്ടോ. യെസ്, താങ്ക് യു. അപ്പോ നമുക്ക് എന്തോ ഒന്ന് പഠിക്കാനാ വന്നല്ലേ, ആകെ ആകാശമായിട്ട്. അപ്പോ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് വീണ്ടും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരൊറ്റ തന്ത്രമാണ്. ആ ഒരൊറ്റ തന്ത്രത്തിലൂടെ സമ്പത്ത് എന്ന് പറയുന്ന കാര്യം, സമ്പത്ത് എന്ന് പറയുമ്പോൾ ആകെ പണം മാത്രം ചിന്തിക്കരുത്. സമ്പത്ത് ഒരുപാട് മാനങ്ങളുണ്ട്. സമ്പത്ത് എന്ന് പറയുന്ന കാര്യം അറിയാൻ മനസ്സിലാക്കാനും താല്പര്യമുള്ള ആൾക്കാർ മാത്രം പേരെഴുതി ഒപ്പിട്ട് സന്തോഷത്തോടെ, നമ്മളൊരു സിഗ്നേച്ചർ ഉണ്ടല്ലോ, ഐ ആം ഹാപ്പി എന്ന് പറയുന്ന സിഗ്നേച്ചർ, ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പേരെഴുതുക. അവർക്ക് മാത്രമേ ഇന്ന് ഇവിടെ നൽകുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും അത് കിട്ടില്ല. തന്ത്രം കിട്ടില്ല കേട്ടോ. തന്ത്രം കിട്ടാൻ വേണ്ടി മാത്രമേ പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. നമ്മുടെ പുസ്തകം ഇതെല്ലാം നമ്മുടെ ബേസ്ഡ് ഓൺ മനസ്സ് ഒരു വിസ്മയം എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മനസ്സൊരു വിസ്മയത്തിന് 2ാമത്തെ പതിപ്പ് ഏകദേശം കോഴിക്കോട് പ്രോഗ്രാം കഴിയുമ്പോൾ 2ാമത്തെ പതിപ്പ് തീരുമെന്നാണ് ഇപ്പോഴുള്ള കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നാട്ടിൽ നാളെ വരുന്നുണ്ട്, സിഗ്നേച്ചർ ചെയ്ത് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോഴിക്കോട് വരുന്നവർക്ക് എല്ലാവർക്കും അവിടെ തരാം. അല്ലാതെ ഇത് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുൻകൂട്ടി ഇന്നോ നാളെയോ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ സൈൻ ചെയ്ത് കോഴിക്കോട് നിന്ന് പോസ്റ്റ് ചെയ്യാം. ഞാൻ നാട്ടിലേക്ക് കോഴിക്കോട് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ പോസ്റ്റ് ചെയ്യാം. ആൾക്കാർക്ക് വേണ്ടവർക്ക് ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അതിന് 310 രൂപയാണ് പൈസ ഉള്ളത്. 310 പ്ലസ് ചാർജ് 20 റുപ്പീസും 330 രൂപ അയച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരാം. 2ാമത്തേത് ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകളും. ആ ബുക്കിനെ പറ്റി ഞാൻ പറയേണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗമാകുന്നത് അത് വേണ്ടവരും പറഞ്ഞോളൂ കേട്ടോ. അഡ്മിൻ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് കിട്ടും. അപ്പൊ വേണ്ടവർ മാത്രം ഇത്രേ ഉള്ളൂ അല്ലെ? ഇത്ര പേരേ ഉള്ളൂ അല്ലെ? കുറച്ചേ ഉള്ളൂ. 10-55 ആൾക്കാർക്ക് മാത്രമേ വേണ്ടൂ. അവർക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? ദിനേശ് സാറിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരിക്കലും അറിയില്ല. വേർതിരിച്ച് കാണുക നമുക്ക് പറ്റുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് എടുത്തോളുക, വേണ്ടെങ്കിൽ അവിടെ വെച്ചേക്കുക. എന്തായാലും ഞാൻ തരാൻ പോവുകയാണ്. എന്താണ് തരാൻ പോകുന്നത്? ഒരു മന്ത്രമൊന്നല്ല, ചില തിരിച്ചറിവുകൾ മാത്രമാണ് ഞാൻ തരുന്നത്. അതിനെ നിങ്ങളൊരു മന്ത്രത്തിന്റെ രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത. കാരണം നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ രൂപപ്പെടുത്തുക. അതിനുള്ള കഴിവ് നിങ്ങൾ ആർജിക്കണം. ചില തിരിച്ചറിവുകൾ നമുക്ക് നടത്താം. ഓക്കെ, പെട്ടെന്ന് പോകാം. യഥാർത്ഥത്തിൽ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ എല്ലാം യഥാർത്ഥമായ ആഗ്രഹം, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്രമാത്രമാണ്. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണം. ഇതാണ് നമ്മുടെ യഥാർത്ഥമായ ആഗ്രഹം അല്ലെ? ഒക്കെ ആൾക്കാരുടെയും യഥാർത്ഥമായ ചിന്ത ഇങ്ങനെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കണം, എനിക്ക് ഇന്നത് വേണം അത് വേണം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വാശി മാത്രം നമുക്കുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് ലഭിക്കണം. ഇല്ലേ? യെസ് ഓർ നോ പറയൂ. ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ലയോ? യെസ് ഓർ നോ പറയൂ. ഇല്ലയോ? യെസ്, എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു 1-2 കാര്യം, ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങളൊന്നും ഉത്തരം കണ്ടു. ഇങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചെല്ലാം നേടണം. അതാണല്ലോ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കണം എങ്കിൽ, എല്ലാ കാര്യം പണമായാലും എങ്കിൽ, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള മാനുവൽ നമ്മളെ. ഇപ്പൊ നിങ്ങളൊരു മിഷൻ മേടിച്ചു കഴിഞ്ഞാൽ
എല്ലാ മിഷനും മൊബൈലോ എന്ത് മേടിച്ചാലും ഒരു മാനുവൽ അതിന്റെ കൂടെ ഉണ്ടാവുമല്ലോ. നമ്മൾ കുറെ ആളത് നോക്കി പഠിച്ച് ചെയ്യും, കുറെ ആൾ അവിടെ ഇവിടെ ഞെക്കുമ്പോ കുറെയൊക്കെ വർക്ക് ചെയ്യും മിഷൻ. ഏറെക്കുറെ അങ്ങനെയാണ്, എവിടെയൊക്കെയോ ഞെക്കുമ്പോ എവിടെയൊക്കെയോ വർക്ക് ചെയ്യുന്നു. ചില ആളുകൾ കൃത്യമായി പഠിച്ചിട്ട് ചെയ്യും. ഇതുപോലെയാണെങ്കിൽ ജനിക്കുമ്പോൾ എന്തായാലും നമുക്ക് മാനുവൽ ഇല്ല, നമ്മൾ അറിയാത്ത ഒരാളാണ്. നമുക്ക് അറിവ് സമ്പാദിച്ചതിന് ശേഷമെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഒരു മാനുവൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. വേണ്ട, മാനുവൽ ഇല്ലെങ്കിലും എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെ അല്ലാന്ന് എനിക്കറിയാം, ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്. അല്ല സജീവ, ഇങ്ങനെയല്ല എനിക്ക് ജീവിതം വേണ്ടെന്നറിയാം. എങ്ങനെയാ വേണ്ടേ? ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിൽ എപ്പോഴും സ്വസ്ഥതയില്ല. കുടുംബം ഒന്നും ശരിയല്ല. ഞാൻ പറഞ്ഞ പോലെയല്ല, എന്റെ ഭർത്താവ് പറഞ്ഞ പോലെയല്ല, ഭാര്യ പറഞ്ഞ പോലെയല്ല, മക്കൾ പറഞ്ഞ പോലെ, അച്ഛൻ പറഞ്ഞ പോലെയല്ല. അങ്ങനെ കുടുംബം മൊത്തം താറുമാറാണ് അല്ലേ? ഒന്നും ഒരു കൃത്യമല്ല. ശരി, അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ശരിയാണ്. ഇനി ആ കുടുംബം എങ്ങനെ വേണം? നിങ്ങളുടെ ഭാര്യ എങ്ങനെ ആയിരിക്കണം? നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം? ഉണ്ടോ ഒരു പേപ്പർ കയ്യിൽ? ദാ പിടിച്ചോ, നിങ്ങൾക്ക് ഇതാണ് നിങ്ങളാവേണ്ടത് എന്ന് എഴുതി കൊടുത്ത് ഏതെങ്കിലും ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവ് എഴുതി കൊടുത്ത് നീ ഇങ്ങനെ ആയിരിക്കണം എന്ന് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പറയും അവരവരുടെ ജീവിതം അവരവരെ ഇഷ്ടമല്ലേ, അവരെ അങ്ങനെ വിടാൻ പാടുണ്ടോ എന്ന് പറയുന്ന ആൾക്കാരിൽ ഉണ്ടാവും. അത് നവോത്ഥാന അല്ലെ, അങ്ങനെ ആ പേരിട്ട് വിളിക്കാനായിട്ട് അല്ലെ അങ്ങനെ വിളിക്കുന്നത്, നവോത്ഥാന കേരള ഉദ്ധരണ, അങ്ങനെയുള്ള ആൾക്കാർ. ഫെമിനിസം അല്ലെങ്കിൽ വേറെന്ത് പേര്, ഫെമിനിസത്തിന് ഓപ്പോസിറ്റ് എന്താണ്, അതൊക്കെ പറയാം. അത് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കതിന് വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് അവർ എങ്ങനെ ആയിരിക്കണം, എന്റെ കാഴ്ചപ്പാടിൽ എന്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ ഇവൾ എങ്ങനെ ആയിരിക്കരുത് എന്ന് എനിക്കറിയാം. ഇവൾ ചെയ്യുന്നതൊന്നും എനിക്ക് പറ്റിയതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ നോ ഐഡിയ. അത് ഇവൻ രണ്ടുപേരും ഇരുന്നിട്ട് ചേട്ടാ നമുക്ക് രണ്ടുപേർക്ക് ഇരുന്ന് സംസാരിക്കാം, എങ്ങനെയാ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അപ്പൊ എടുക്കും. എന്തു പറയാനാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ മതി ഇല്ലേ സാധാരണ ജീവിതം. ഇനി മൂന്നാം കുടുംബത്തിന്റെ വിഷയം, മക്കൾ മൊത്തം തെറ്റാണ്, മക്കൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, ഒന്നും ശരി ചെയ്യുന്നില്ല. മകൻ ഒരു സ്ഥലത്ത് ഇരുന്നാൽ എന്തുവാടാ ഇവിടെ തന്നെ കുറ്റിയടിച്ചിരിക്കുന്നത്, എഴുന്നേറ്റ് പോയാൽ എപ്പോ നോക്കിയാലും അവൻ പുറത്താണ്, എപ്പോ നോക്കിയാലും വിഷയമാണ്. അങ്ങനെ മൊത്തത്തിൽ മകനും മക്കളും മൊത്തം വിഷയമാണ്. ഓക്കെ, ശരി. അവിടെയും ക്വസ്റ്റ്യൻ, എങ്ങനെ ആയിരിക്കണം അവൻ ജനിപ്പിച്ച് കിട്ടിയപ്പോ ഒരു മാനുവൽ എടുത്തു കൊടുത്തോ, മോനെ നീ ഇങ്ങനെ ആയിരിക്കണം, ആരെങ്കിലും ചെയ്തോ? ഇല്ല. മൂന്നാമത്തെ കാര്യം, 3 കുട്ടികൾ. ഓക്കെ, ഇനിയിപ്പോ നമ്മളെ പ്രധാന മേഖലയിൽ വരാല്ല. ഇഷാൻ ദുബായിൽ ബുക്ക് കിട്ടാൻ നമ്മൾ ദുബായ് അഡ്മിനെ വിളിച്ചാൽ മതി, ബുക്ക് എത്തിച്ചു തരും കേട്ടോ. നിങ്ങൾ എവിടെയല്ലാന്ന് വെച്ചാൽ എത്തിച്ചു തരും. ഇനി നമ്മുടെ യഥാർത്ഥ വിഷയക്കാരൻ വരും. എന്റെ സമ്പത്ത് തീരെ ശരിയല്ല, എന്റെ സാമ്പത്തിക അവസ്ഥ ഒട്ടും ശരിയല്ല എന്നറിയാം, എനിക്ക് മൊത്തം കടമാണ്, എനിക്ക് മൊത്തം ലോണാണെന്നറിയാം. എന്തായിരിക്കണം എന്റെ സാമ്പത്തിക അവസ്ഥ, എത്ര വേണം എന്റെ കയ്യിൽ? തീരുമാനിച്ചവരുണ്ടോ? 2003 ഇന്നലെ പറഞ്ഞ 2025 എത്രയായിരിക്കണം എന്റെ കയ്യിൽ ഉണ്ടാകേണ്ട പൈസ? ഇന്നലെ ഞാൻ പറഞ്ഞതിന് ശേഷം ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ? 24 ഇത്ര ലക്ഷം രൂപ ഞാൻ ചെലവാക്കി, 25 എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണമെന്ന് തീരുമാനിച്ചവർ എത്ര പേരുണ്ട്? ഇന്നലെ ക്ലാസ്സിന് ശേഷം മനസ്സുകൊണ്ടെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തവർ എത്ര പേരുണ്ട്? 2025 24 എത്ര ലക്ഷം രൂപ എനിക്ക് ചെലവായി, 2025 എത്ര ലക്ഷം രൂപ എനിക്ക് വേണം? ഒരാളും പറ. വളരെ റെയർ. ഞാനിപ്പോ പറഞ്ഞില്ലേ, ശില്പയെ പോലുള്ള 4, 5, 10 ആൾക്കാരുണ്ടാവും. ഇതൊരു ഊഹാഭോഗത്തിന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. സാറ് ചോദിച്ചല്ലോ എന്ന് വരുന്നതിന് ശേഷം. അതിനു മുമ്പെയോ എങ്ങനെ ആയിരിക്കണം വ്യക്തമായ ധാരണയില്ല. 1 കോടി വേണം, 5 ലക്ഷം വേണം എന്നൊക്കെ ഇങ്ങനെ ഒരു ആവറേജ് ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയും ഒരു ആവറേജ് കണക്കാണ്. ഇതെല്ലാം ശരിയാണ്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ, സമ്പത്ത് അവിടെ ഇരിക്കട്ടെ. എനിക്ക് എപ്പോഴും വയ്യ, കാലുവേദന, കരിവേദന, ദേഹവേദന, ആരോഗ്യവേദന, മറ്റവേദന, ഇതൊക്കെ ജോയിന്റ്, എന്തൊക്കെ പറയാൻ പറ്റും. ഒരു 150 ഐറ്റംസ് ഇപ്പൊ നമുക്കിവിടെ ലിസ്റ്റ് എടുക്കാൻ പറ്റും. ആരും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അസുഖം എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു 150 കാര്യങ്ങൾ ഇവിടെ നിരന്ന് കിട്ടും ഇല്ലേ? എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ആരോഗ്യം? എന്റെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. എന്താണ് നിങ്ങളുടെ ഈ ആരോഗ്യം? പൂർണ്ണ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്? പനി വരാതിരിക്കലാണോ? ഹാർട്ട് ബീറ്റ് കുറയാതിരിക്കലാണോ? തോന്നുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണോ? അല്ലെങ്കിൽ മിതമായി ഭക്ഷണം കഴിക്കുന്നതാണോ? അല്ലെങ്കിൽ ചിക്കനും ബട്ടറും അൽഫാഹവും കുഴിമന്തിയും മിഷ്ടാനം കഴിക്കുന്നതാണോ നിങ്ങളുടെ ആരോഗ്യം? എന്താണ് ആരോഗ്യം? ഇവിടെയാണ് വിഷയം. ഈ 5 കാര്യങ്ങൾ ഉത്തരം കണ്ടെത്തും. 5 കാര്യങ്ങൾ ഉത്തരം കണ്ടെത്തും. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കും. നമ്മുടെ കുടുംബം നമ്മുടെ കയ്യിലായിരിക്കും. കയ്യിൽ നിന്നല്ല, നമ്മുടെ കുടുംബമായിരിക്കും. നമ്മളെ മക്കൾ എന്താ പറയാ, മക്കളായിരിക്കും. ഭർത്താവ്, ഭാര്യ, അതുപോലെ സ്നേഹം നിറയും അവിടെ. എങ്ങനെയായിരിക്കണം? ഇത്രയും പ്രോസസ് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യണമെങ്കിൽ വീണ്ടും 3 കാര്യങ്ങൾ വേണം. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇത് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ആ 3 കാര്യങ്ങൾ പേരെന്ന് പറഞ്ഞ നിങ്ങള് നേരത്തെ പറഞ്ഞ ആർക്കറിയില്ല. നേരത്തെ 3 കാര്യം പറഞ്ഞു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ. ഹാപ്പി അല്ല. ക്ഷമ പറട്ടെ, ക്ഷമ, വിശ്വാസം, യെസ്, ക്ഷമ, വിശ്വാസം,
ആത്മാർത്ഥമായ പ്രവർത്തനം. ഇത് മൂന്നും ഉണ്ടായാലേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു മന്ത്രവും തന്ത്രവും അല്ല. ഒറ്റ തന്ത്രേ പറയുള്ളൂ, നിങ്ങളിൽ വിശ്വസിക്കുക. ഒരു മന്ത്രം പറഞ്ഞു തരാം ഞാൻ, എന്തായാലും നമ്മൾ പറഞ്ഞതല്ലേ, എന്തായാലും ഉണ്ട്. ഇത് നോക്കൂ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമുക്കറിയുന്ന ഇവിടെ ഹാപ്പിനെസ് മാസ്റ്റർ ക്ലാസ്സിൽ വന്ന് ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ഇത് എഗ്രി അല്ലേ? എവറിബഡി എഗ്രി ഫോർ ഇറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യം ശരിയല്ല എങ്കിൽ എവിടെയാണ് വിഷയം? നമ്മുടെ ചിന്തകളിലാണ്. ആണല്ലോ? ആണ്. ഇനി നമ്മുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും? നമ്മുടെ യാഥാർത്ഥ്യം എന്താവണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ എളുപ്പമാണ് ഈ സാധനം ചെയ്യാനായിട്ട്? നമ്മുടെ ചിന്തകളെ മാറ്റിയാൽ മതിയല്ലോ. ഇതാണ് എന്റെ യാഥാർത്ഥ്യം എന്ന് എനിക്കറിയാം. എനിക്ക് പോവേണ്ടത് എറണാകുളത്തേക്കാണെന്ന് കാസർഗോഡിൽ നിന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോയി, എന്റെ യാഥാർത്ഥ്യം എറണാകുളത്ത് എത്തുക എന്നുള്ളതാണ്, കഴിഞ്ഞ ഓടിക്ക്. പിന്നെ ഞാൻ ചിന്തിക്കേണ്ടത് എന്താണ്? ഏത് വഴി പോകും? റെയിൽവേ സ്റ്റേഷൻ വഴി പോകാം, ബസ്സിൽ പോകാം, സ്വന്തം കാർ എടുത്ത് പോകാം, അല്ലെങ്കിൽ മാംഗ്ലൂർ പോയി ഫ്ലൈറ്റ് പിടിച്ച് കൊച്ചി പോയി ഇറങ്ങിയിട്ട് പോകാം. വിവിധമായ വഴികളുണ്ട്. പിന്നെ മതിയല്ലോ ചിന്തകൾ. യാഥാർത്ഥ്യം സൃഷ്ടിച്ചാൽ പിന്നെ നമ്മളത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. നമ്മുടെ യാഥാർത്ഥ്യം മാറുന്നതിന്റെ പ്രധാനമായ വിഷയം നമ്മുടെ ചിന്തകളാണെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യം അത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല, നമുക്കറിയുന്നില്ല ഇത് എങ്ങനെ മാറ്റണമെന്ന് അറിയില്ല എങ്കിൽ നമ്മൾ ലക്ഷ്യം കണ്ടുപിടിക്കാമല്ലോ. ലക്ഷ്യം കണ്ടുപിടിച്ച യാഥാർത്ഥ്യം കൂടെ മാറ്റാം, ഇത് ചിന്തകൾ മാറ്റാമല്ലോ. ഇതിനാണ് നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങള്. ഒന്ന്, ലക്ഷ്യബോധം ഉണ്ടാവണം, വിഷൻ ഉണ്ടാവണം, വിഷൻ ബോർഡ് ഉണ്ടാക്കണം. എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ 2017 മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം. മാജിക് ചെക്ക് 2007 ഞാൻ തുടങ്ങിയത്. മാജിക് ചെക്ക് എന്ന് പറയുന്ന സാധനം. സമ്പത്തിന്റെ കാര്യത്തിൽ ഞാൻ നേടിയതെല്ലാം ഒരൊറ്റ ടെക്നിക്ക് ഉപയോഗിച്ചാണ്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് സമയമാവട്ടെ എന്ന് എഴുതി. നമുക്ക് ആവശ്യമുള്ള തുക എഴുതി വെക്കും, എന്നിട്ടൊരു ചെക്ക് ആ യൂണിവേഴ്സിന് സൈൻ ചെയ്ത് ചെക്ക് എടുത്തു വെക്കും. സത്യസന്ധമായി പറയുന്നു, കൃത്യമായി പറയുന്നു, ഏത് ഡേറ്റിന് വെച്ച് ഞാൻ എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം സംഭവിച്ചു. യാതൊരു വൺ ടൈം പോലും അത് ഫെയിൽ ആയിട്ടില്ല. ഞാൻ ടോട്ടൽ അത് 12 തവണയാണ് ഞാൻ അത് പരീക്ഷിച്ചത്. എല്ലാ സമയത്തും. ഈവൻ ലാസ്റ്റ് മന്ത് എങ്കിലും സെയിം സംഭവിച്ചു. ലാസ്റ്റ് മന്ത് ഞാൻ എഴുതിയത് സെയിം സംഭവിച്ചു. നിങ്ങൾ തന്ന കാശാണ്. ലാസ്റ്റ് മന്ത് നിങ്ങൾ തന്ന കാശാണ്, വേറെ ഒന്നല്ല. നിങ്ങൾ തന്ന കാശ് ഇത്ര അയക്കുന്നത് ഞാൻ മാജിക് ചെക്ക് എഴുതി വെച്ചു. 30-ാം തീയതി കൃത്യമാണ്, കുറച്ച് കൂടുതലാണ്. ഇതുപോലെ വിഷൻ സെറ്റ് ചെയ്യണം, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം. നമ്മൾ ഗോളുകൾ എഴുതി തയ്യാറാക്കി അതിന് മൊത്തത്തിൽ നമ്മൾ വിഷൻ ബോർഡാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ചിന്തകൾ എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ഇതൊരിക്കലും പെർമനന്റ് ആയിട്ട് നിൽക്കില്ല ഒരു സ്ഥലത്ത്. അവിടെ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യിപ്പിക്കണം, ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കണം, ലക്ഷ്യസ്ഥാനത്തേക്ക് ഫോക്കസ്. ഇന്ന് എനിക്ക് തോന്നി അത് എന്താ പറയേണ്ടതല്ല. യൂട്യൂബിൽ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ താഴെ കമന്റ് ചെയ്ത് കണ്ടു. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നാളെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾ പറയുക, ഇതെല്ലാം എന്റെ മകൾ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് സാറെ, കണ്ടപ്പോ എനിക്ക് കണ്ണ് നിറഞ്ഞു എന്ന് അവര് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മകളിൽ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ടാവാമെന്ന് കരുതുന്നു. ആയിരിക്കാം. വിഷൻ ബോർഡ് അത്ര കണ്ടപ്പോ സ്ട്രോങ് ആണ്, അത്ര കണ്ട് പവർഫുൾ സാധനമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ, നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വെറുതെ ചിന്തകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിക്ക് വിട്ടുകൊടുക്കാതെ കണ്ട് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗമാണ്. പഠിക്കാനുണ്ട് കേട്ടോ, അത് നല്ലോണം പഠിക്കാനുണ്ട്. സെറ്റ് ചെയ്യാനായിട്ട് വെറുതെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എനർജിയുമായി അതേ അലൈൻ ചെയ്തെടുത്താൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. വെറുതെ BMW കാർ വാങ്ങിക്കണമെന്ന് ഫോട്ടോ എടുത്തു വെച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിപ്പിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു തിയറിയും ദിനേശ് മങ്ങത്തെ പഠിപ്പിക്കില്ല. യാഥാർത്ഥ്യ ബോധവുമായി ബന്ധപ്പെടാത്ത സാധനത്തിൽ നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾക്ക് നിൽക്കില്ല. അതിന് കുറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതിനെ. അപ്പൊ നമ്മളെപ്പോഴും ഒരു കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൂടി ഞാൻ പറയാം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? എല്ലാവരും ഇതിൽ എഗ്രി ആണല്ലോ. എഗ്രി ഓർ നോട്ട് എഗ്രി? നമ്മളെപ്പോഴും കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ആണല്ലോ? ഇല്ലേ? ആരില്ലേ? മക്കളില്ലെന്നോ ടൈപ്പ് ചെയ്യാത്തതാണോ? മക്കൾക്ക് വേണ്ടി എഗ്രി ആയത് മാത്രം പറഞ്ഞു. എഗ്രിയാണ്. നമ്മൾ അച്ഛനമ്മമാർ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെട്ടത്? അവരുടെ മക്കളായ നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? അവരുടെ അച്ഛനമ്മമാർ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെട്ടത്? അവരുടെ മക്കളായ നമുക്ക് വേണ്ടി. ഇനി നമ്മുടെ മക്കൾ ആർക്ക് വേണ്ടിയായിരിക്കും കഷ്ടപ്പെടുന്നത്? അവരുടെ മക്കൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ. ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, യാതൊരു തർക്കമില്ല. അത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണ്
ഇത് കറക്റ്റ് ഇതാണല്ലോ. എങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് എല്ലാ സിദ്ധാന്തങ്ങളും പറയുന്നു. എല്ലാ മത സിദ്ധാന്തങ്ങളും, ലോകത്തുള്ള എല്ലാ സിദ്ധാന്തങ്ങളും പറയുന്നു, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. അല്ലെ? എന്ത് വർക്കാണോ നമ്മൾ ചെയ്യുന്നത് അതിന് പ്രത്യുപകാരം നമുക്ക് ലഭിക്കും. അതാണല്ലോ കൂലി പോലും. റെഡി? കറക്റ്റ് ആണല്ലോ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം എന്തായിരിക്കും? സെയിം തിയറി, ഒരു മാറ്റമില്ല. ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന യഥാർത്ഥ കാരണം ആരാണ്? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അവരിപ്പോ അനുഭവിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ആരാണ്? നാളെ നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. മറക്കരുത്, നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മളെ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ അവരെന്താവും? ഇത്ര മാത്രം, ഇത് മാത്രം ഒന്ന് കണ്ണ് തുറന്ന് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ചിന്തിച്ചാൽ മതി. ഇത്ര മാത്രമേ നമുക്ക് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിന് അനുസരിച്ചിരിക്കും. നമുക്ക് പണം വേണം, നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ എത്ര പേര് പണം വേണമെന്ന് പറയുന്നവൻ നിലവിലുള്ള എന്റെ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടായാൽ മാത്രമേ പണം ഉണ്ടാവുകയുള്ളൂ എന്നറിയുന്നു. അതായത് നമ്മൾ ഇങ്ങനെ പറയാം, എളുപ്പത്തിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കുടിശ്ശികയുണ്ട്, ലോൺ കുടിശ്ശികയുണ്ട്. നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും അയ്യോ എനിക്ക് വയ്യ, എനിക്ക് കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളുടെ തിയറി പ്രകാരം, ഊർജ സിദ്ധാന്ത പ്രകാരം നിങ്ങൾ ലോ വൈബ്രേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ലോ വൈബ്രേഷനാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ലോ വൈബ്രേഷൻ നിങ്ങൾ എപ്പോഴും ആശയക്കുഴപ്പത്തിൽ ഇന്നും വയ്യായ്മയിലാണ് നിൽക്കുന്നത്. ഈ വയ്യായ്മയുള്ള സ്ഥലത്തേക്ക് പണം എന്ന് പറയുന്ന ഊർജം, നല്ല അടിപൊളി ജിഞ്ചാലാകെ നടക്കുന്ന സന്തോഷം നടക്കുന്ന 10 ലക്ഷം എന്ന് പറയുന്ന ഊർജം, അവൻ വലിയതാണല്ലോ. 10 ലക്ഷം നിങ്ങളെ സംബന്ധിച്ച് വലുതല്ലേ? നമ്മളെ സംബന്ധിച്ച് 10 ലക്ഷം വലുതാണ്. അപ്പൊ വലിയവനാണ്. നമ്മൾ നിൽക്കുന്ന താഴെ, വലിയവൻ മുകളിലാണ്. അവൻ ഇങ്ങോട്ട് വരുമോ? അവനോട് വരാൻ പറ്റുമോ? വരണം തോന്നുമോ? ഈ കരഞ്ഞിരിക്കുന്ന ആളടുത്ത് എന്തിനാ ഞാൻ പോയിട്ട് എന്റെ ജീവിതം ആക്കുന്നതെന്ന് അവൻ ആ ഊർജവും ചിന്തിക്കില്ലേ? ചിന്തിക്കോയില്ലേ? നോർമൽ അല്ലേ? നിങ്ങളോട് ഞാൻ മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വീട്ടിൽ കരച്ചിലും ഒരു വീട്ടിൽ ചിരിയാണുള്ളതെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിച്ചാൽ എല്ലാവരും പറയും ചിരിക്കുന്ന വീട്ടിലേക്ക് ആദ്യം പോകും. നോർമൽ ചോദിച്ചാൽ നിങ്ങൾ എവിടെയാ ചെയ്യുന്നത്? കരയുന്ന വീട്ടിലേക്ക് ആദ്യം പോകും. എന്നാൽ പണം എന്ന് പറയുന്ന സാധനം ഇങ്ങനെയല്ല. അത് കുറച്ച് ഊർജ്ജതലം കൂടുതൽ. നിങ്ങൾ ഇവിടെ 2 തരത്തിലെ ആൾക്കാരുണ്ട്. ഊർജം കൂടിയ ചില ആൾക്കാർ, അതായത് കുറച്ചും കൂടി ഉന്നതിയിലെത്തിയ ആൾക്കാർ ചിരിക്കുന്ന വീട്ടിലേക്ക് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. എന്നിട്ട് അവിടെ പോയി ചിരിയിൽ പങ്കെടുത്തിട്ട് നമുക്ക് അറിയുന്ന വീട്ടിൽ പോയിട്ട് പറയും കരയുണ്ട് കേട്ടോ, നമുക്ക് ശരിയാക്കാം കേട്ടോ, നമുക്ക് വേണ്ട പോലെ കാര്യം ചെയ്യാം. അവിടെ പോയിട്ട് ആ തട്ടിച്ച് കരയില്ല. ഇത് ഊർജം കൂടിയവൻ. അപ്പൊ 10 ലക്ഷം എന്ന് പറയുന്നത് ഊർജം കൂടിയവൻ എന്ത് ചെയ്യും? അവൻ അപ്പുറത്തെ വീട്ടിലെ ഖാദറിന്റെ അടിപൊളി ബെൻസിൽ കയറി പോകും. ഇവിടെ നിൽക്കൂല. ഇതാണ് നമ്മൾ ഊർജം കൂട്ടണം എന്ന് പറയുന്നത്. കരഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. നമ്മൾ പറഞ്ഞ നമുക്ക് കാശില്ല, യു ടു ടേക്ക് ആക്ഷൻ. കാശ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കണം. കരഞ്ഞിരുന്നാൽ നടക്കില്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായി ഇപ്പോൾ നിലവിലുള്ള എന്റെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഉയർത്താൻ പറ്റും, എങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഈ കാശില്ല എന്ന് പറയുന്നവർ വളരെ കുറവാണ്. നോക്കൂ, ഇവിടെ ലോകത്ത് മണിക്ക് ഒറ്റ പോളിസിയേ ഉള്ളൂ. നമ്മള് ന്യൂട്ടൺ പറഞ്ഞ പോലെ തന്നെ എനർജി ഈസ് ഈക്വൽ ടു mc² എന്ന് പറയുന്ന സിദ്ധാന്തം മാത്രം എടുത്താൽ മതി. എനർജി എന്ന് പറയുന്നത് അല്ലെ, അതേ തിയറി പോലെ തന്നെയാണ് മണി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമുക്ക് ലഭിക്കുന്ന പാരിതോഷികമാണ് സമ്പത്ത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നമുക്ക് ലഭിക്കുന്ന പാരിതോഷികം മാത്രമാണ് സമ്പത്ത്. അപ്പോൾ എന്താണ്? പണം കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൂട്ടുക തന്നെ വേണം. വേറെ ഓപ്ഷൻസ് ഇല്ല ഇവിടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൂട്ടണമെങ്കിൽ നമുക്ക് സമയം എല്ലാവർക്കും ദൈവം ഒരുപോലെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും 24 മണിക്കൂറേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 24 മണിക്കൂറും പണിയെടുക്കാൻ സാധ്യമാവില്ല. പക്ഷെയോ എടുക്കുന്ന പണിയുടെ ഊർജം കൂട്ടാൻ പറ്റും. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ജോലിയിൽ കയറ്റം കിട്ടണം, ശമ്പളം കൂട്ടി കിട്ടണം. പക്ഷെ ഒരു പണിയും കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ ശില്പ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ശില്പയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു? ശില്പയുടെ ഊർജം കൂടി. അവിടെ വൈബ്രേഷണൽ എനർജി ശില്പയുടെ കൂടിയപ്പോൾ ആൾക്കാർക്ക് അത് അംഗീകരിച്ചു. നേരത്തെ 1/2 മണിക്കൂർ ചെയ്യുന്ന ജോലി ശില്പയ്ക്ക് 10 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ക്വിക്കായി ഷാർപ്പായി കാര്യങ്ങൾ അത് അംഗീകരിക്കും. ഏതൊരു സ്ഥാപനം അംഗീകരിക്കും. അവരുടെ വളർച്ച അവിടെയാണ്. ഇവിടെ ചിന്തിക്കാത്ത ഒരാൾക്ക് പണം വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പണം എപ്പോഴും ലഭിക്കുന്നത് പ്രത്യുപകാരമായി മാത്രമേ ലഭിക്കുള്ളൂ. വേറെ ഒരു മെത്തേഡും പണത്തിനില്ല. പണം ഉണ്ടാക്കിയത് തന്നെ അങ്ങനെയാണ്. ലിക്വിഡാണ് പണം. അറിയോ? പണത്തെ എപ്പോഴും നമ്മൾ വിളിക്കുന്ന ലിക്വിഡിറ്റി, ലിക്വിഡ്. അതൊരു ദ്രാവകമാണ്. അത് ഒഴുകണമെങ്കിൽ അങ്ങോട്ട് ചെരിവ് വേണം, മുകളിലോട്ട് ഒന്നും ഒഴുകില്ല. അപ്പോൾ നമ്മൾ അതിന് തത്തുല്യമായി നിൽക്കണം. ശമ്പളം കൂട്ടിക്കിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഐഡിയ ഇല്ല.
അപ്പോൾ ജീവിതത്തെ നമുക്ക് ശരിയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഒരൊറ്റ തന്ത്രം ഉപയോഗിച്ച സമ്പത്ത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ തന്ത്രം ഉപയോഗിച്ചാൽ മതി. എന്താണ് തന്ത്രം എന്ന് പറയാൻ എഴുതി വെച്ചോളൂ. ഒരൊറ്റ തന്ത്രമുണ്ട്. ഈ തന്ത്രം ഉപയോഗിക്കാനല്ല, ഈ തന്ത്രം നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ വിഷയം. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുവോ, ആത്മാർത്ഥമായി നിങ്ങൾ ആ ഊർജ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നുവോ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മന്ത്രം ഫലിക്കുകയുള്ളൂ. ഈ മന്ത്രം എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങളെ ചോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഇതൊരു സിമ്പിൾ ആയ ഫോർമുലയാണ്. പക്ഷെ ശ്രദ്ധ ഉപേർക്കേണ്ടത് വെറുതെ പറഞ്ഞത് കൊണ്ട് ഫലമില്ല. നമ്മുടെ ഇമോഷൻ എന്താണോ, നമ്മുടെ ആക്ടിവിറ്റി എന്താണോ, ഇത് മാറ്റണം. ഇതിലേക്കാണ് വെക്കേണ്ടത്. നമുക്ക് അതിന് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഊർജതലം കൂട്ടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് മാലിന്യങ്ങളെ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മളിൽ തടസ്സപ്പെട്ടിരിക്കുന്ന മാലിന്യങ്ങളെ എടുത്തു കളയാത്തിടത്തോളം കാലം ഉയരാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഓഫ് ജേർണി ടു ഹാപ്പിനെസ്സും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ജേർണി ടു ഹാപ്പിനെസ് വലിയ കോഴ്സ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു 15-ാം തീയതി അതിന് മിനി വേർഷൻ നിങ്ങൾ ഈ മാലിന്യങ്ങളെ മാത്രം മാറ്റുന്ന 10 ദിവസത്തെ ക്ലാസ് തരുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്, പിന്നെ എമൗണ്ട് കൂടുമെന്ന്. അപ്പോൾ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവർ ജോയിൻ ചെയ്യുക. നമ്മുടെ 10 ദിവസത്തെ ലോ ജേർണി ടു ഹാപ്പിനെസിന്റെ മിനി ക്ലാസ് വാട്സപ്പ് വഴിയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ 1111 രൂപ ഫീസ് ഉള്ളത്. മാക്സിമം യൂസ് ചെയ്യുക. കാരണം അതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും ആരും വിചാരിക്കരുത്. പോസിബിളായ ഒരു മെത്തേഡും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിനെ മാറ്റാത്തിടത്തോളം കാലം ഒരു തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പോകില്ല. ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ കാര്യം, ഈ ഒറ്റ പോയിന്റ്, ഒരു ഗുളിക നിങ്ങൾക്ക് മാറ്റം ഗുണമുണ്ടാവണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ തലത്തിലേക്ക് ഉയരാൻ പറ്റണം. നിങ്ങളെ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാൻ പറ്റണം. അതിന് ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കുകൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, 7 days പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസിന്റെ മിനി കോഴ്സ് ഫുൾ കോഴ്സ് ചെയ്യണം തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പലർക്കും സാമ്പത്തികമായി അത്ര തൽക്കാലം ഇല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തുക ആദ്യം, എന്നിട്ട് മറ്റിലേക്ക് വരും. അതിനു വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ ആയിട്ടുള്ള കോഴ്സ് വന്നിരിക്കുന്നത്. അപ്പോ ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. രണ്ടാമത്തെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെ പോകണം എന്ന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നത് 100% സത്യമാണ്. ആ 100% സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായി എഴുതി തയ്യാറാക്കി ഒരു പീസ് ഓഫ് പേപ്പറിലേക്ക് ഇതെല്ലാം കൊണ്ടെത്തിക്കണം. അതിന് പറയുന്ന പേരാണ് വിഷൻ ബോർഡ്. ഇത് സെറ്റ് ചെയ്തവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത് സെറ്റ് ചെയ്യാത്തവരാരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. എത്ര തന്നെ വിജയിച്ച ആളെ എടുത്തു നോക്കുക, അവർ കൃത്യമായ പ്ലാൻ സെറ്റ് ചെയ്തിട്ടാണ്. വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമായിട്ട് 2025 ചേരുക. 2025 വിഷൻ ബോർഡ് നമ്മൾ ഡിസംബർ 15-ാം തീയതി ഇവിടെ തന്നെ സൂം ക്ലാസ്സിൽ ഇരുത്തി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അനൗൺസ് ചെയ്ത കോഴ്സ് ആണ്. കുറെ പേര് ജോയിൻ ചെയ്തു, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ അഡ്മിൻ. നമുക്ക് അതിലേക്ക് പോകും. നമുക്ക് ചേരുക. വേറെ ഓപ്ഷൻസ് ഇല്ല. ഞാനിവിടെ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്നും ക്ലാസ് ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം കൂടി നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഇതും വേണം നിങ്ങൾക്ക്, അതും വേണം എങ്കിൽ മാത്രമേ പൂർണ്ണമാക്കി മാറ്റാൻ പറ്റൂ. പക്ഷെ ഒരു കണ്ടീഷൻ, വീണ്ടും പറയുന്നു, ഒരൊറ്റ കണ്ടീഷൻ നിൽക്കുന്നു. ഞാൻ ഒരാളോടും വിളിച്ചിട്ട് നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യൂ എന്ന് പറയുന്നില്ല. അതെന്റെ മെത്തേഡല്ല. കാരണം മാറ്റം ഉണ്ടാവേണ്ടത് നിങ്ങളിലാണ്. ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ടത് നിങ്ങളാണ്. ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. എനിക്കൊരു ടൂളായി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ പെൻസിൽ കയ്യിൽ പിടിക്കാൻ, ഈ പെൻസിൽ ആവാനേ എനിക്ക് പറ്റുള്ളൂ. എഴുതേണ്ടത് എന്താണെന്ന് തീരുമാനിക്കാനും എഴുതേണ്ടത് എന്താണെന്ന് തീരുമാനിക്കുകയും എഴുതുകയും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞാൻ ഈ പെൻസിൽ ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വഴികൾ മാത്രം പറഞ്ഞു തരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ചേർന്നാൽ മതി. അല്ലാതെ ആരും കാശ് തന്നിട്ട് വരരുത്. കാരണം ഒരു ഗുണം എനിക്കോ ഇല്ല, നിങ്ങൾക്കോ ഇല്ല. അല്ലെ? നിങ്ങൾ ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ അത്രയും സമയം ഞാൻ ചെലവഴിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഗുണമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ സമയം കളിക്കുന്നത്? നിങ്ങൾ ഗുണമുള്ള കാര്യത്തിലേക്ക് പോയിക്കോളൂ എന്ന് ദയവേത് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഞാൻ ലിങ്ക് തരാം, 5 മിനിറ്റിൽ പേയ്മെന്റ് ചെയ്യാം, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അത് ഇവിടെ നിന്ന് വരണം, അകത്ത് നിന്ന് ഇറങ്ങി വരണം. എനിക്ക് മാറ്റം വേണം എങ്കിൽ വന്നോളൂ, നമുക്കുണ്ടാക്കാം. വഴികൾ കാണിച്ചു തരാം. ഈ വഴിയെ പോയാൽ ഇവിടെ എത്തും, ഈ വഴിയെ പോയാൽ എവിടെ എത്തുന്നു. മുമ്പേ പോയി വന്നത് കൊണ്ട് അറിയാം, അല്ലെങ്കിൽ അറിയില്ല. മുമ്പേ പോയി വന്ന ഇതൊക്കെ ഞാൻ ചെയ്തത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. മുമ്പേ പോയി വന്നുകൊണ്ട് മാത്രം. അപ്പോ വേണ്ടവർ ജോയിൻ ചെയ്യാൻ നിൽക്കാം. അപ്പൊ സമ്പത്തിനെ നമ്മളിൽ എത്താനുള്ള ഒരൊറ്റ ഒരു കാര്യം എഴുതി വെച്ചോളൂ.
ഇത് മാത്രം നിങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾ അതായി തീരണം. ആദ്യം നിങ്ങൾ അതായി തീർന്നാൽ മറ്റുള്ളൂ. അത് പേരാണ്, നമ്മൾ ഇത്രയും മാത്രമുണ്ട്, ഞാൻ സമ്പന്നനാണ് എന്ന് 24 മണിക്കൂറിലുള്ള ബോധം നിങ്ങൾക്കുണ്ടാകും. വാക്ക് ഇത്രയാണ്, ഞാൻ സമ്പന്നനാണ്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് ടൈപ്പ് ചെയ്ത് ആത്മാർത്ഥമായി ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്താൽ നിങ്ങൾ സമ്പന്നനാണെങ്കിൽ പിന്നെ ഇവിടെ അല്ല ഇരിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം വേറെയാണ്. ആത്മാർത്ഥമായി പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പന്നനാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ സമ്പത്തിനെ പറ്റി എന്നെ അറിയാൻ പോകുന്നത്? നിങ്ങൾ ഓൾറെഡി അതാണല്ലോ. പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല, ആവില്ല. പിന്നെ ഞാൻ പറയുന്ന പോലെ ഇവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുക. ഇങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുക, ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാത്രമേ ആയിട്ടുള്ളൂ, നിങ്ങൾ വൈബ്രേഷൻ ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ സമ്പന്നനാണ്. അത് പോരാ. നിങ്ങൾ അതായി തീരണം. അതായി തീരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. ചിന്തകളിലോ നമ്മളെ വാക്ക് പ്രവൃത്തി നമ്മുടെ അഫർമേഷനിലോ വേണം. പക്ഷെ അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതായി തീർന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അതായി തീർന്നാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. കാരണം എന്താ, ഇതിന് പിന്നെ സമയം ഉണ്ടായില്ല. കാരണം അത് ആയി കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത്? അടുത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. വളരെ ശ്രദ്ധയോടുകൂടി ഇതൊന്ന് ഉപയോഗിക്കുക. വളരെ ഓരോ ദിവസവും പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അതായി തീരും. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് മുഴുവനായിട്ട് ഇത് തന്നെയാണ്. നമ്മുടെ ഈ മൈൻഡ് സെറ്റിനെ മാറ്റലാണ് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് ചെയ്യുന്നത്. മണി മാനിഫെസ്റ്റേഷന്റെ സിംഗിളായി ചെറിയ കോഴ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട് മണി മാനിഫെസ്റ്റേഷന്. ഇപ്പൊ പേയ്മെന്റ് വേണ്ടവർ എടുക്കുക മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ്. ഞാനിങ്ങനെ ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോം പറയുന്നില്ലെന്നേ ഉള്ളൂ. മണി മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ മൈൻഡ് സെറ്റ് മാറ്റലാണ്. ഞാൻ സമ്പന്നനാണെന്ന് അഫർമേഷൻ പഠിപ്പിക്കലല്ല, എങ്ങനെയാണ് സമ്പന്നനാവുക എന്ന് പഠിപ്പിക്കുകയാണ്. ഏതൊക്കെ മൈൻഡ് സെറ്റുകൾ മാറ്റുമ്പോഴാണ് സമ്പന്നനാവുന്നതെന്ന് പറയാ. ഈ കൃത്യമായി അഫർമേഷൻസ് ഉപയോഗിക്കുക. ഇത് അംഗീകരിക്കാൻ ഞാൻ സമ്പന്നനാണ് ആത്മാർത്ഥമായി അംഗീകരിക്കാൻ എപ്പോഴെനിക്ക് സാധിക്കുന്നുവോ അന്ന് മുതൽ നമ്മുടെ സമ്പത്ത് കൂടും. അന്ന് മുതൽ മാത്രമേ കൂടാൻ തുടങ്ങൂ. അതുവരെ കൂടില്ല. നിങ്ങൾ ആരും കരുതേണ്ട, കൂടില്ല. ഞാൻ അനുഭവിച്ചു വന്നവരാ. എന്റെ കാശ് ഇപ്പോൾ എനിക്ക് അനശ്യൂതമായി കാശ് വരാൻ തുടങ്ങിയത് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വെൽത്തി മാൻ ആണെന്ന് സ്വയം തീരുമാനിച്ചതിന് ശേഷമാണ്. അതുവരെ വന്നിട്ടേ ഇല്ല. ഞാൻ എത്ര അഫർമേഷൻ എഴുതിയിട്ടും എത്ര ആറ്റിറ്റ്യൂഡ് ചെയ്തിട്ടും വന്നില്ല. ചെയ്തത് കൊണ്ട് വന്നു. പക്ഷെ ആദ്യം എന്നെ പാകപ്പെടുത്തുകയായിരുന്നു. പിന്നെ ഞാനത് പൂർണ്ണമായി അംഗീകരിച്ചു. ഞാൻ അതാണല്ലോ. ഞാൻ എപ്പോ പോകുമ്പോഴും വലിയ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുള്ളൂ. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുക, എനിക്ക് ഫസ്റ്റ് സീറ്റ് വേണം, എന്ത് ചെയ്യണം? മുമ്പേ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും സീറ്റിൽ കയറി ഇരുന്നാൽ മതി എന്ന് പറയുന്നു. സമ്പന്നൻ അങ്ങനെ ആവാൻ പറ്റില്ല. സമ്പന്നൻ ഫസ്റ്റ് സീറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിനെ പറ്റി ആലോചിക്കും. ഇത് നമ്മളുടെ വരും. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? നമ്മളെ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അവർ ഒരു സാറേ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് സീറ്റ് അലോട്ട് ചെയ്യട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. ഇതാണ് സമ്പന്നന്റെ ലക്ഷണം. അവന്റെ മനസ്സിനകത്ത് ആ മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആൾക്കാർ മാറും. റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുക, നമ്മളൊക്കെ ആദ്യം നോക്കുന്നത് എന്താ? റൈറ്റ് സൈഡ് വശമാണ്. ഇതിൽ എത്ര പൈസ? സമ്പന്നം നോക്കുക എന്നറിയോ? ഐറ്റമാണ്. ഏത് ഐറ്റമാണ് എനിക്ക് വേണ്ടത്? ഏറ്റവും ലളിതമായി എന്നെ ഭാഗപ്പെടുത്തുന്ന ഏത് ഐറ്റം വാങ്ങിക്കണം അത് വാങ്ങിച്ചു കഴിക്കും. പൈസ എത്ര നോക്കേണ്ട ആവശ്യമില്ല. കാരണം കാശുകാരനാണല്ലോ ഞാൻ. എനിക്ക് ആവശ്യമുള്ള എന്താന്ന് എനിക്കറിയാം. ഇത് മൈൻഡ് സെറ്റിന്റെ ചേഞ്ചസ് ആണ്. അപ്പോൾ പുറത്തുള്ളവരെല്ലാവരും അതനുസരിച്ച് തന്നെ നമ്മോട് പെരുമാറും. വളരെ ശ്രദ്ധയായി ചെയ്യുക. നമുക്കെല്ലാവർക്കും ചിന്തകളുണ്ട് അല്ലെ? എല്ലാവർക്കും ചിന്തകളുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ ഇടയ്ക്ക് കേട്ട ഒരു കോമഡിയാണ്, അതുകൊണ്ട് ചേർത്ത് പറഞ്ഞു പോകാം. എല്ലാവർക്കും ചിന്തകളുണ്ട്. പക്ഷെ ചിന്തകളുടെ വ്യത്യാസം നമ്മൾ ഒരു വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇതും നമുക്കുണ്ടല്ലേ. നമ്മളിത് ഉപയോഗിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ചിന്തകൾ മറ്റുള്ളവർ ഭാഗത്തോട്ടായി പോകുമെന്ന് ഓർപ്പിക്കുക. അതുകൊണ്ട് കൃത്യമായി ആവശ്യമുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആവശ്യമുള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതത്തിനെ കൃത്യമായി പാകപ്പെടുത്താൻ, കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി പോകാൻ എല്ലാവർക്കും സാധിക്കണം. അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിതത്തെ മാറ്റപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഇന്നത്തെ ദിവസം നിർത്തുന്നു. എയർപോർട്ടിൽ പോകണം. നാളെ കാലിക്കറ്റ് എത്തും. മറ്റന്നാൾ നിങ്ങൾ എല്ലാവരും കാണണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. നമുക്കെല്ലാം ജീവിതത്തെ മാറ്റപ്പെടുത്താൻ റെഡിയാവണം. തയ്യാറായവരൊക്കെ വരിക. നിങ്ങൾക്ക് കാലിക്കറ്റ് വരാൻ പറ്റാത്തവർ കുഴപ്പമില്ല. നിങ്ങൾ പറ്റാത്തവരൊന്നും സങ്കടപ്പെടേണ്ട. നിങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്തോളൂ. അതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇതെന്നെ മാനിഫെസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള മാത്രം ഓർമ്മിപ്പിച്ചു. സ്നേഹത്തോടുകൂടി ഇന്നത്തെ ദിവസം നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. നാളെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സാഹചര്യം ശരിയാവും എങ്കിൽ നോക്കാം, ഞാൻ മെസ്സേജ് ഇടാം.
മറ്റന്നാൾ നമുക്ക് കുറച്ച് കാലിക്കറ്റ് പ്രോഗ്രാമിന്റെ വീഡിയോസ് എങ്കിലും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. യൂട്യൂബ് വഴി നിങ്ങൾ കാണുക. തിങ്കളാഴ്ച രാത്രി ഉണ്ടാവില്ല ക്ലാസ്. തിങ്കളാഴ്ച ഞാൻ തിരിച്ച് യാത്രയിലായിരിക്കും. നൈറ്റ് ഫ്ലൈറ്റ് ആയിരിക്കും. ഞായറാഴ്ച പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. രാത്രിയല്ല അല്ലേ, ക്ഷീണമില്ലാത്ത നല്ല ഫുൾ എനർജറ്റിക് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്. ഓക്കെ, അങ്ങനെ ആയാലും കൂടുതൽ. ഓക്കെ, താങ്ക് യു. എന്തോ ശില്പ എന്തോ പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഓക്കെ, ആർക്കെങ്കിലും എന്താ പറയണ്ട അൺമ്യൂട്ട് ചെയ്തോളൂ. ജസ്റ്റ് 5 minutes. നമസ്കാരം സാർ, ഞാൻ ആദ്യമായിട്ട് വന്നതാണ് ക്ലാസ്സിൽ. സാറിന്റെ യൂട്യൂബ് കണ്ടിട്ടാണ്, ക്ലാസ് കണ്ടാണ് ഞാൻ വന്നത്. വെരി ഗുഡ്. എനിക്ക് സാറിന്റെ ക്ലാസ് കേട്ട് ഞാൻ ചെയ്യാവുന്നത് ചെയ്തപ്പോ എനിക്ക് കുറച്ച് ധനം വന്നായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ധനം ബ്ലോക്കായി കിടക്കുന്നുണ്ട്, അതെനിക്ക് കിട്ടണം. എന്റെ കയ്യിൽ നിന്ന് കൊടുത്ത കാശാണ്, തിരിച്ചെനിക്ക് കിട്ടിയിട്ടില്ല. അതെനിക്ക് തിരിച്ചു കിട്ടണം. പിന്നെ എനിക്ക് കുറച്ച് പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കിട്ടണം. ബ്ലോക്കായി കിട്ടുന്നത് വരാൻ എന്ത് ചെയ്യണം? ബ്ലോക്കായി കിടക്കുന്നത് ഞാൻ ക്ലാസ് ബ്ലോക്കായി കിട്ടുന്നത് ഇവിടെ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ. ബ്ലോക്കായി കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മളിൽ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. നമ്മളെ ബ്ലോക്കിനെ മാറ്റിയാൽ അത് വരും ഇങ്ങോട്ട്. നമ്മളെ ബ്ലോക്കുകൾ മാറ്റും. നമ്മളെ മനസ്സിലാണ് ബ്ലോക്കുകൾ എടുക്കണം. ആ ബ്ലോക്കുകൾ മാറ്റിയാൽ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. കാലിക്കറ്റ് പ്രോഗ്രാമിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ കിട്ടുമോ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന 5000 രൂപ തന്നിട്ട് അവിടെ വരുന്നവർ എന്നെ എടുത്തിട്ട് ഒതുക്കൂലേ, തോന്നിയ ദിവസം കാണിക്കല്ലേ സാറേ എന്ന് പറയില്ലേ? അങ്ങനെ ചെയ്യാവോ നമ്മൾ? അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കാവോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ആൾക്കാർ എന്തായിരിക്കും എന്റെ അവസ്ഥ? പിന്നെ ഞാൻ മണി മാനിഫെസ്റ്റേഷൻ മാറ്റി വെച്ചിട്ട് ശൂന്യ മാനിഫെസ്റ്റേഷനിൽ പോകേണ്ടി വരില്ലേ എന്റെ അവസ്ഥ? കാരണം ചോദിക്കല്ലോ കേട്ടോ, ഇവിടെയാണ് തട്ടുന്നത് ആ ചോദ്യത്തിൽ. ഓക്കെ, ശരി. ചിന്തകൾക്ക് കറക്റ്റാണ്. ചിന്തകളിൽ വെൽത്ത് മാറ്റാൻ നിങ്ങൾ മണി മാനിഫെസ്റ്റ് നിങ്ങള് ജേർണി ടു ഹാപ്പിനെസിന് മിനി കോഴ്സിലെങ്കിലും ജോയിൻ ചെയ്യൂ. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹലോ സാറേ, പറഞ്ഞോ. ഞാൻ മറിയമ്മയായിരുന്നേ. ഞാൻ ഒരു മാസം 1.5 മാസം മിച്ചമായി ഞാൻ ഇത് കയറിയിട്ട് മീറ്റിങ്ങിലത്. എല്ലാ ദിവസവും ക്ലാസ് കൂടാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇടയ്ക്കേ ക്ലാസ് കൂടാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ഞാൻ കോഴിക്കോട്, അപ്പൊ എനിക്ക് കുറെ ക്യാഷ് ഞാൻ കടം കൊടുത്തത് എനിക്ക് കിട്ടാനുണ്ട്. ഇതുപോലെ തന്നെയാണ് എനിക്കും ബ്ലോക്കായി നിൽക്കുക കാശ് മുഴുവനും. ഒത്തിരി പേർക്ക് ഇങ്ങനെ പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ലക്ഷം രൂപ അടുത്ത് എനിക്ക് കിട്ടാനുണ്ട്. ബ്ലോക്കായി ഇരിക്കുക. ഞാൻ കാലിക്കറ്റ് ഇതിന്റെ എന്താ ചെയ്യണ്ടെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. നേരത്തെ കൊടുത്തതാണ്. ഇപ്പൊ ഇല്ല നേരത്തെ ഇങ്ങനെ കൊടുത്തതാണ്. ഇങ്ങനെ ഇപ്പൊ അതിങ്ങനെ സിറ്റുവേഷന്റെ അതിനാണ് നമ്മൾ പറഞ്ഞത്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ വരും. ഇപ്പൊ ആൾക്കാർ പറഞ്ഞില്ലേ കുറെ. ഇപ്പൊ നേരത്തെ ഫിലോമിനൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അവർക്ക് വരും. നമ്മുടെ ആ പ്രാക്ടീസ് തുടങ്ങിയാൽ വരും. നിങ്ങൾ കോഴിക്കോട് വരും. പ്രോഗ്രാം എന്തായാലും വരുന്നുണ്ടല്ലോ കോഴിക്കോട്. നമുക്ക് ബാക്കി അന്ന് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കോഴ്സിനെ പറ്റി പറയാട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും കേട്ടോ. വരും, നമുക്കത് വരുത്താം. വന്ന ഇഷ്ടം പോലെ ആൾക്കാർ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിച്ചാൽ മതി കേട്ടോ. നമ്മൾ അൺബ്ലോക്ക് ചെയ്യാം. ഞാൻ വരാൻ ഈ പ്രാവശ്യം ഞാനത് എനിക്ക് 1 രൂപ പോലും കിട്ടുന്നില്ലായിരുന്നു വരാൻ പോലും. പിന്നെ അതൊക്കെ ഇപ്പൊ റെഡിയായി. അതൊക്കെ ഞാൻ കൊടുത്തു സെറ്റായി. നാളെ കഴിഞ്ഞ് വരാൻ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ശരി, എനിക്ക് വേണ്ടട്ടോ. എനിക്ക് കടം വേണ്ട. തിരിച്ചു തരാനോ തരാതിരിക്കാനോ മറ്റൊരാള് പറഞ്ഞു സാറിന് എനിക്കാനോ വേണ്ട. ഓക്കെ, ഇനി ആരോ സംസാരിക്കല്ലേ? ഒന്ന് താട്ടോ പോട്ടെ. താങ്ക് യു ഇന്നത്തെ ക്ലാസ്സിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് കാലുവേദന? കാലുവേദന സുഖമായി. ഇപ്പൊ പല്ലുവേദന. പല്ലുവേദന സുഖമുണ്ട്. മാറിപ്പോയി. പല്ലുവേദനയല്ല, അല്ല ആദ്യ കാലുവേദന ഉണ്ടായിരുന്നു സർ. പിന്നെ പല്ലുവേദന ആയി. ഏതായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാലിക്കറ്റ് വെച്ച് കാണാൻ, സാറിനെ നേരിട്ട് കാണാൻ. ഞാനും അങ്ങനെ തന്നെ കാലിക്കറ്റ് വെച്ച് കാണാൻ. താങ്ക് യു സർ. ഓക്കെ, ശരി, താങ്ക് യു. വേറെ ഒന്നുമില്ലല്ലോ, ഒന്ന് നിർത്താം. നാട്ടിനെന്തെങ്കിലും വേണോ സാറിന്? ഒന്നും വേണം. നിങ്ങളുടെ സന്തോഷത്തിൽ വന്നാൽ മതി. നിങ്ങളുടെ പൂർണ്ണമായി സുന്ദരമായ മനസ്സുമായി വന്നാൽ മതി. നാളെ രാവിലെ മെഡിറ്റേഷൻ ഉണ്ട് സാറേ. നാളെ രാവിലെ മെഡിറ്റേഷൻ ഞാൻ പ്ലേ ചെയ്യാൻ ഇവിടെ റെഡിയാക്കാം. ഞാൻ പോയത് പ്ലേ ഇല്ലേ ഇവിടെ ചെയ്യും.
പ്ലേ ഇല്ലെങ്കിൽ ലിങ്ക് അങ്ങ് തരാം കേട്ടോ. എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബിന്റെ ലിങ്ക് അതിലേക്ക് തരാം. അപ്പൊ എല്ലാവരും കയറി ചെയ്തു. താങ്ക് യു സാർ. താങ്ക് യു സാർ. സാറിന്റെ ക്ലാസ് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. ഒത്തിരി മാറ്റങ്ങളുണ്ട്. താങ്ക് യു. താങ്ക് യു സാർ.